Hello everyone, this is Gayatri Shankar. Welcome back to my YouTube channel. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യായിരുന്നെങ്കിൽ യു വുഡ് നോ ഞാൻ UGC നെറ്റിൻ്റെ പേപ്പർ 1 വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് വീഡിയോസ് ഇട്ട് വരികയാണ്. കറൻ്റ്ലി വി ആർ ഡിസ്കസിങ് യൂണിറ്റ് 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. സോ ഇന്ന് അതിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലേണിംഗ് തിയറീസ് ആൻഡ് ടൈപ്സ് ഓഫ് ലേണേഴ്സ് ആണ്. നിങ്ങളുടെ സിലബസിൽ ലേണിംഗ് തിയറീസ് എന്നോ ടൈപ്സ് ഓഫ് ലേണേഴ്സ് എന്നോ ഒന്നും എടുത്ത് പറയുന്നില്ല. കാരണം യു ആർ എക്സ്പെക്റ്റഡ് ടു നോ ഓൾ ദിസ്. അപ്പോൾ അതിൻ്റെ ഹയർ വേർഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ സിലബസിൽ ഇട്ടിരിക്കുന്നത്. എവിടെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇതൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ PYQs നോക്കുകയാണെങ്കിൽ ബാക്ക് ടു ബാക്ക് ഈ കോൺസെപ്റ്റ്സ് തിരിച്ചും മറിച്ചും മാച്ച് ദ ഫോളോയിങ്ങിലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടും ഒക്കെ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക് ഇൻ യുവർ ലേണിംഗ് ആണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ മറ്റൊരു ടെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ് ഇതിന്റെ നെക്സ്റ്റ് ക്ലിപ്സ് ആയിട്ട് ഇടുന്നത്. എവിടെയെങ്കിലും മറ്റേ ടെറ്റ് എക്സാമിന്റെ റിമാർക്സ് വരികയാണെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ് ദാറ്റ്, ബട്ട് ദാറ്റ് കണ്ടന്റ് ഇസ് മോർ ദാൻ ഇനഫ് ഫോർ യു ഫോർ അപ്പിയറിംഗ് ഫോർ UGC നെറ്റ് പേപ്പർ 1. അപ്പോൾ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗോ ഇൻ ടു ദ വീഡിയോ. സോ നിങ്ങളുടെ സിലബസിൽ ലേണിംഗ് തിയറീസിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ബിഹേവിയറിസ്റ്റ് തിയറിയാണ്. ബിഹേവിയറിസ്റ്റ് തിയറിയിൽ നമുക്ക് 3 പേരുടെ തിയറീസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് പാവ്ലോവ്, പിന്നെ സ്കിന്നർ ആൻഡ് ഫൈനലി തോണ്ടേക്ക്. തോണ്ടേക്കിന്റെ തിയറി എന്നാണ് തുടങ്ങുന്നത്. ബട്ട് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്ന സീരീസ് ഇസ് ഡിഫറെന്റ്. ബട്ട് ഇഫ് യു ആസ്ക് മീ ദ ഫസ്റ്റ് തിയറി ദറ്റ് കെയിം അപ്പ് ഇൻ ലേണിംഗ് തിയറീസ് ഇസ് തോണ്ടേക്സ് തിയറി ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ. അതിനുശേഷമാണ് പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് വരുന്നത്. ദെൻ കംസ് സ്കിന്നേഴ്സ് ഓപ്പറന്റ് കണ്ടീഷനിങ്. അപ്പൊ നിങ്ങളുടെ ക്രൊണോളജിക്കൽ ഓർഡറിൽ ദി ഹാപ്പനിങ് ഓഫ് ലേണിംഗ് തിയറീസ് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ആദ്യം വരുന്നത് തോണ്ടേക്ക് ആണ്, പിന്നെ പാവ്ലോവ്, പിന്നെ സ്കിന്നർ. ഈ ഒരു ഓർഡർ അറിയാമെങ്കിൽ തന്നെ പിന്നെ നിങ്ങൾക്ക് എന്ത് വന്നാലും യു വിൽ ബി ഏബിൾ ടു ആൻസർ. അപ്പം ബിഹേവിയറിസ്റ്റ് തിയറി കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നതാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി. അത് കഴിഞ്ഞാണ് നമുക്ക് കോഗ്നിറ്റീവ് ലേണിംഗ് തിയറീസ് വരുന്നത്. ആൻഡ് ഫൈനലി കൺസ്ട്രക്റ്റിവിസ്റ്റിക് ലേണിംഗ് തിയറി. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദി വീഡിയോ. ആദ്യം തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്, വിച്ച് ഇസ് ഓൾസോ കോൾഡ് ആസ് റെസ്പോണ്ടന്റ് കണ്ടീഷനിങ്. അപ്പൊ നിങ്ങൾക്ക് അഥവാ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടില്ല, ക്ലാസിക്കൽ കണ്ടീഷനിങ് തന്നിട്ടില്ല, റെസ്പോണ്ടന്റ് കണ്ടീഷനിങ് ആരാണ് മുമ്പോട്ട് വെച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് പാവ്ലോവ്. പാവ്ലോവിന്റെ ഫുൾ നെയിം ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് എന്നാണ്. 1902 അദ്ദേഹം ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിങ് തിയറി മുമ്പോട്ട് വെക്കുന്നത്. സോ ലേണിംഗ് ത്രൂ അസോസിയേഷൻ എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് അടിസ്ഥാനം എന്ന് പറയുന്നത്, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് എ ഫേമസ് എക്സ്പെരിമെന്റ്, ദ ഡോഗ് ബെൽ ആൻഡ് സലൈവ എക്സ്പെരിമെന്റ്. നമ്മളെല്ലാവരും BEdന് പഠിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അങ്ങനെ പെട്ടെന്ന് മറക്കാനും ചാൻസ് ഇല്ല, എങ്കിലും നമുക്കൊന്ന് സ്പീഡിൽ ക്വിക്ക് ആയിട്ട് റിവൈസ് ചെയ്തു പോവാം. സോ ഇൻ ദി ഇനിഷ്യൽ സ്റ്റേജ് ഒരു വളരെ ഹംഗ്രി ആയിട്ട് നിൽക്കുന്ന ഒരു ഡോഗിന്റെ മുമ്പിൽ അദ്ദേഹം കുറച്ച് ഫുഡ് വെക്കുകയാണ്. As soon as the dog sees the food, especially because it is highly hungry, അത് salivate ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. So that's the first thing. അപ്പോൾ that is before conditioning. And afterwards, അദ്ദേഹം എന്ത് ചെയ്യും, ഫുഡ് ഇല്ലാത്ത സമയത്ത് ഒരു ബെൽ അടിച്ചു നോക്കും. ഹി യൂസ്ഡ് എ ട്യൂണിംഗ് ഫോക്ക്. അപ്പൊ ട്യൂണിംഗ് ഫോക്കിന്റെ ഒരു വൈബ്രേഷൻ കേൾപ്പിച്ചു നോക്കി. ബട്ട് ദ ഡോഗ് ഡിഡ് നോട്ട് salivate because it was not associated, the tuning fork was not associated with food. So during conditioning what he did is, ഈ ഫുഡ് ഡോഗിന്റെ മുമ്പിൽ വെക്കുന്നതിനോടൊപ്പം ഈ ട്യൂണിംഗ് ഫോർക്കും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആദ്യം ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ സൗണ്ട് കേട്ടതിന് ശേഷമാണ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ദെൻ ദ ഡോഗ് സ്റ്റാർട്ടഡ് ടു അസോസിയേറ്റ് ദ ട്യൂണിംഗ് ഫോർക്ക് വിത്ത് ഫുഡ്. അതായത് ട്യൂണിംഗ് ഫോർക്ക് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു സാധ്യതയുണ്ട് ദാറ്റ് ഫുഡ് വിൽ കം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഡോഗിൽ ഉണ്ടാവാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ടു ഹാവ് എ അസോസിയേഷനിങ് വിത്ത് ദി ട്യൂണിംഗ് ഫോക്ക് ആൻഡ് ദി ഫുഡ്. ഇനി കുറച്ച് നാള് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം, വിച്ച് ഇസ് ആഫ്റ്റർ കണ്ടീഷനിങ്, ഹി സ്റ്റാർട്ടഡ് ടു ഇൻട്രൊഡ്യൂസ് ദ ട്യൂണിംഗ് ഫോക്ക് ബട്ട് സ്റ്റോപ്ഡ് ഫുഡ് മുമ്പിൽ വെക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. ഈ ട്യൂണിംഗ് ഫോക്ക് അടിക്കുമ്പോൾ തന്നെ then the dog started to salivate. അത് എന്ത് കാരണമാണ്? ബിക്കോസ് ഇറ്റ് associated the tuning fork with food in the later part of the experiment, former part of the experiment. കുറച്ച് നാള് ഇത് ട്യൂണിംഗ് ഫോർക്കിന്റെ സൗണ്ട് കേട്ടാൽ ഉടൻ തന്നെ ഫുഡ് വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നത് കൊണ്ട് ആഫ്റ്റർ എ വൈൽ, ഈവൻ വെൻ ദ ഫുഡ് ഇസ് നോട്ട് ദെയർ ആൻഡ് ദ ട്യൂണിംഗ് ഫോർക്ക് റിങ്സ്, ദ ഡോഗ് സ്റ്റാർട്ട്സ് ടു salivate. അപ്പൊ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്, നമ്മളുടെ ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിരുന്നു നമ്മുടെ ഫുഡ്, ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആയിരുന്നു നമ്മുടെ ട്യൂണിംഗ് ഫോർക്ക്. സോ വാട്ട് ഹാപ്പൻഡ് ഇസ്, ഇവിടെ നമ്മുടെ ന്യൂട്രൽ സ്റ്റിമുലസിനെ അസോസിയേഷനിങ് വഴി അതിനെ ഒരു കണ്ടീഷൻ സ്റ്റിമുലസ് ആക്കി മാറ്റുകയും ഒരു അൺകണ്ടീഷൻ റെസ്പോൺസ് ഒരു കണ്ടീഷൻ സ്റ്റിമുലസിനുള്ള കണ്ടീഷൻ റെസ്പോൺസ് ആയിട്ട് ഡോഗിന്റെ സലൈവേഷൻ വരികയും ചെയ്തു.
അപ്പം ഇതൊക്കെ എന്ത് ടൈപ്പ് ഓഫ് സ്റ്റിമുലസ് ആണ്, റെസ്പോൺസ് ആണെന്നൊന്ന് നോക്കി വെക്കുക. സോ ഫുഡ് വാസ് ആക്ച്വലി an unconditioned stimulus for which salivation was an unconditioned response. അതായത് ഓട്ടോമാറ്റിക്കലി വോളണ്ടറിലി വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ആരും പഠിപ്പിക്കുകയോ ട്രെയിൻ ചെയ്യുകയോ ചെയ്തൊരു കാര്യമല്ല ഡോഗിനെ ഫുഡ് കാണുമ്പോൾ സലൈവേറ്റ് ചെയ്യണം എന്നുള്ളത്. നെക്സ്റ്റ് വൺ, ദർ വാസ് എ ന്യൂട്രൽ സ്റ്റിമുലസ്. ന്യൂട്രൽ സ്റ്റിമുലസ് NS എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ന്യൂട്രൽ സ്റ്റിമുലസ് വന്ന സമയത്ത് ഡോഗ് വാസ് നോട്ട് കണ്ടീഷൻ ടു റെസ്പോണ്ട് അറ്റ് ഓൾ, ബിക്കോസ് ഡോഗ് വിചാരിക്കുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് എ ബെൽ, ഇറ്റ് ഹാസ് നോ മീനിങ് എന്നുള്ളതാണ്. ദെൻ ഡ്യൂറിംഗ് കണ്ടീഷൻ വാട്ട് ഹാപ്പൻഡ് ഇസ്, ആദ്യം ട്യൂണിംഗ് ഫോർക്കിന്റെ സൗണ്ട് കേട്ടതിന് ശേഷം ഫുഡ് വന്നപ്പോൾ ഡോഗ് സ്റ്റാർട്ടഡ് ടു അസോസിയേറ്റ് ദ ട്യൂണിംഗ് ഫോർക്ക് വിത്ത് ദ ഫുഡ് ആൻഡ് സ്റ്റാർട്ടഡ് ടു എലിസിറ്റ് ദി കണ്ടീഷൻഡ് റെസ്പോൺസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് whenever the tuning fork was ringing. അപ്പം ട്യൂണിംഗ് ഫോർക്കും ഫുഡും ഒരുമിച്ച് വന്നപ്പോൾ അൺകണ്ടീഷൻ റെസ്പോൺസ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് വാട്ട് ഫൈനലി ഹാപ്പൻഡ്, നമ്മൾ ഫൈനലി ട്യൂണിംഗ് ഫോർക്ക് മാത്രം, ഫുഡ് ഇല്ലാതെ ട്യൂണിംഗ് ഫോർക്ക് മാത്രം വന്നപ്പോഴത്തേക്കും ഫ്രം എ ന്യൂട്രൽ സ്റ്റിമുലസ് ഇറ്റ് ബിക്കെയിം എ കണ്ടീഷൻ സ്റ്റിമുലസ് ആൻഡ് ദി അൺകണ്ടീഷൻ റെസ്പോൺസ് വാസ് നൗ ബീങ് എലിസിറ്റഡ് ഫോർ എ കണ്ടീഷൻ സ്റ്റിമുലസ്. അപ്പൊ ദെൻ ഇറ്റ് ഇസ് കോൾഡ് എ കണ്ടീഷൻഡ് റെസ്പോൺസ്. ഇവിടെ നമ്മൾ മേജറായിട്ട് നോക്കി വെക്കേണ്ട കാര്യം, ഇവിടെ എന്താണ് ഡോഗ് അക്വസിഷൻ ചെയ്യുന്നത്, എന്താണ് നേടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് എന്തായി മാറുകയാണ്, ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് മാറുകയാണ് അല്ലെ. നമ്മുടെ അൺകണ്ടീഷൻ സ്റ്റിമുലസിനോടൊപ്പം നമ്മുടെ ന്യൂട്രൽ സ്റ്റിമുലസ് പെയർ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് എ കണ്ടീഷൻഡ് സ്റ്റിമുലസ്. ദെൻ വാട്ട് ഇസ് എക്സ്റ്റിങ്ഷൻ? ഇത് നിങ്ങൾ എല്ലാ ബിഹേവിയറിസ്റ്റ് തിയറിയിലും കാണുന്ന ഒരു വാക്കാണ് എക്സ്റ്റിങ്ഷൻ. അതായത് ഇപ്പൊ നമ്മൾ ഈ കണ്ടീഷൻഡ് റെസ്പോൺസ്, നമുക്കിപ്പം ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇൻ ദ ഫൈനൽ സ്റ്റേജ് വെൻ ദ ട്യൂണിംഗ് ഫോർക്ക് ഇസ് പ്രസന്റ് ഡോഗ് ഇസ് സലൈവേറ്റിംഗ്. അപ്പൊ നമുക്കിങ്ങനെ ഡോഗ് സലൈവേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ട്യൂണിംഗ് ഫോർക്ക് വെച്ച് ഡോഗിനെ സലൈവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫുഡ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ എത്തുമ്പോൾ കുറെ ദിവസം കഴിയുമ്പോഴത്തേക്കും ഡോഗിന് പിടികിട്ടും ദിസ് ട്യൂണിംഗ് ഫോർക്ക് ഇസ് ജസ്റ്റ് റിംഗിങ്, എനിക്ക് ആ ഫുഡുമായിട്ടുള്ള ഒരു അസോസിയേഷൻ ഹാസ് ബീൻ ലോസ്റ്റ്. കാരണം ഇപ്പൊ ട്യൂണിംഗ് ഫോർക്ക് അടിക്കുന്നതേ ഉള്ളൂ, അടിച്ചതിന് ശേഷം എന്ത് വരുന്നില്ല, ഫുഡ് വരുന്നില്ല എന്നതിന് മനസ്സിലാവും. ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മുടെ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ത് ചെയ്യും, പതിയെ ഇല്ലാതാകാൻ തുടങ്ങും. നമ്മൾ ആ ഡോഗിൽ ഉണ്ടാക്കിയെടുത്തൊരു ഹാബിറ്റ് ആണ് ട്യൂണിംഗ് ഫോർക്ക് അടിക്കുമ്പോഴത്തേക്കും സലൈവേറ്റ് ചെയ്യാന്നുള്ളത്, അത് ഇല്ലാതായി തുടങ്ങും. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് എക്സ്റ്റിങ്ഷൻ. ദെൻ ദർ ഇസ് സ്പോണ്ടേനിയസ് റിക്കവറി. ഇനി എന്നാണോ നമ്മുടെ കണ്ടീഷൻഡ് എന്താണ് റെസ്പോൺസ് റീഅപ്പിയർ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, ട്യൂണിംഗ് ഫോർക്കിന്റെ കൂടെ പിന്നെയും ഫുഡ് വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് എന്ത് ചെയ്യുക, ഒന്നുകൂടെ കണ്ടക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അഗൈൻ നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് കാണിക്കുമ്പോഴത്തേക്കും ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു ജനറലൈസേഷൻ ഇവിടെ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ന്യൂട്രൽ സ്റ്റിമുലസിനെ നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്തു, ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിനോടൊപ്പം ഒരു അൺകണ്ടീഷൻഡ് റെസ്പോൺസിനെ നമ്മളൊരു കണ്ടീഷൻഡ് റെസ്പോൺസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തത്. ഇത് രണ്ടുമാണ് ഇവിടുത്തെ ജനറലൈസേഷൻ എന്ന് പറയും. സോ നെക്സ്റ്റ്, ഇവിടുത്തെ ഡിസ്ക്രിമിനേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ ട്യൂണിംഗ് ഫോർക്ക് അടിച്ചു അല്ലെ, നമ്മളിവിടെ നേരത്തെ ട്യൂണിംഗ് ഫോർക്കിനെയും ഫുഡിനെയും തമ്മിലാണ് എന്ത് ചെയ്തത്, ക്ലബ് അസോസിയേറ്റ് ചെയ്തത്. ഇനിയിപ്പോ അഥവാ നമ്മൾ ഈ ഒരു ട്യൂണിംഗ് ഫോർക്കിന് പകരം വേറെ സൗണ്ട് ഉള്ള ഒരു ബെല്ലാണ് അടിക്കുന്നതെങ്കിൽ വി കനോട്ട് എക്സ്പെക്ട് ദി ഡോഗ് ടു സലൈവേറ്റ്, ബിക്കോസ് അത് ഈ ഒരു പെർട്ടിക്കുലർ സൗണ്ടിനോടാണ് റെസനേറ്റ് ചെയ്യുന്നത്, നോട്ട് വിത്ത് അനദർ സൗണ്ട് that has not been used during the conditioning process. ഇത്രയേ ഉള്ളൂ നമ്മുടെ കണ്ടീഷനിങ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് പാവ്ലോവിന്റെ. ഓൾവേസ് റിമെമ്പർ ഇതിനെ റെസ്പോണ്ടന്റ് കണ്ടീഷനിങ് എന്നും വിളിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, നമുക്ക് PYQs വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. റെസ്പോണ്ടന്റ് കണ്ടീഷനിങ് ആരാണ് മുമ്പോട്ട് വെച്ചത്? അപ്പം ബിക്കോസ് യു ഹാവ് നോട്ട് ഹേർഡ് ദാറ്റ് നെയിം, പ്ലീസ് ഡോണ്ട് ലൂസ് ദാറ്റ് ക്വസ്റ്റ്യൻ. അത് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്. So the next we have to discuss is Skinner's operant conditioning. Operant conditioning is also known as instrumental conditioning. ഇപ്പൊ നിങ്ങൾക്ക് match the following instrumental respondent എന്നൊക്കെ കണ്ടീഷനിങ് വരികയാണ്. ഈ ഓപ്പറന്റ് എന്താണ് ക്ലാസിക്കൽ ഒന്നും വന്നില്ലെങ്കിലും അത് കാണുമ്പോഴത്തേക്കും വരലേണ്ട ആവശ്യമില്ല, ഇത് സെയിം ആണ്. ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് ഇസ് നത്തിങ് ബട്ട് ഓപ്പറന്റ് കണ്ടീഷനിങ് ഇറ്റ് സെൽഫ്. സോ ഇത് പ്രപ്പോസ് ചെയ്തത് BF സ്കിന്നർ ആണ്. 1938 അദ്ദേഹം ഓപ്പറന്റ് കണ്ടീഷനിങ് സജസ്റ്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ ടൈപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ലേണിംഗ് ത്രൂ കോൺസിക്വൻസ്, അതാണ് അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് ഫേമസ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് സ്കിന്നേഴ്സ് റാറ്റ് ഇൻ എ ബോക്സ് എന്നുള്ള എക്സ്പെരിമെന്റ് ആണ്. സോ ഇതിൽ ഈ എക്സ്പെരിമെന്റിൽ സിമ്പിൾ ആണ്. ഒരു റാറ്റിനെ ഒരു ബോക്സിനകത്ത് ഇട്ടേക്കാണ്. ആ ബോക്സിൽ ഒരു പർട്ടിക്കുലർ ലിവർ ഉണ്ട്, കമ്പിയുണ്ട്, അതിനെ മുകളിലോട്ടോ താഴോട്ടോ താത്താം. ഓക്കെ, അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇസ് ദാറ്റ് ആ മൗസ് ആ ലിവറിനെ
കറക്റ്റ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് താഴോട്ടാണ് താത്തുന്നതെങ്കിൽ, നമ്മുടെ ആഗ്രഹം അത് താഴോട്ട് താത്തണം എന്നാണ്. സോ അത് ആ ലിവർ താഴോട്ട് താത്തുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇതിന്റെ സൈഡിൽ ഒരു ചെറിയ ഒരു ഡോർ വെച്ചിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്ത് റാറ്റിനുള്ള ഫുഡ് അവിടെ വരും എന്നുള്ളതാണ് ഈ എക്സ്പെരിമെന്റ്. സോ റാറ്റ് എഫക്റ്റീവ്ലി ആ ലിവറിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഡയറക്ട്ലി ഗെറ്റ് ഇറ്റ്സ് ഫുഡ്. അപ്പം ആദ്യത്തെ പ്രാവശ്യം റാറ്റ് പ്രോബബ്ലി അവിടെ ചെന്ന് അറിയാതെ കൈ തട്ടുമ്പോഴായിരിക്കും ഫുഡ് വരുന്നത്. ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ടു ലേൺ ദാറ്റ് ഞാൻ ഈ ബിഹേവിയർ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എനിക്ക് ഫുഡ് കിട്ടും. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയറിലേക്ക് കുട്ടി വരുമ്പോൾ ആ കുട്ടിക്ക് ഒരു റിവാർഡ് കൊടുത്ത് ആ ബിഹേവിയർ ഫിക്സ് ചെയ്യണം എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ സ്കിന്നർ മുമ്പോട്ട് വെക്കുന്നത് ഈ എക്സ്പെരിമെന്റിലൂടെ. ഓക്കെ, ഇനി ഈ എക്സ്പെരിമെന്റിന് മറ്റൊരു പാർട്ടും കൂടെ ഉണ്ട്, വയർ നമുക്ക് ആക്ച്വലി വി വോണ്ട് ദാറ്റ് റാറ്റ് ടു പുൾ ദ ലിവർ ഡൗൺ. ബട്ട് എങ്ങാനും വെൻ ഹീസ് ട്രൈങ് ടു മാനിപ്പുലേറ്റ് ദ ലിവർ, ഈ റാറ്റ് മുകളിലോട്ടാണ് ലിവറിനെ പൊക്കുന്നത് എങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബിഹേവിയറിന് താല്പര്യമില്ല. റാറ്റ് അങ്ങനെ ഒരു മുകളിലോട്ട് ലിവറിനെ പൊക്കുന്ന ഒരു ബിഹേവിയർ താല്പര്യമില്ലെങ്കിൽ വാട്ട് സ്കിന്നർ ഡിഡ് ഇസ് ദാറ്റ് ഹി വെൻ എവർ ദ ലിവർ വാസ് പുൾഡ് അപ്പ് അതിലൊരു ഷോക്ക് വരും. അങ്ങനെ എലിക്കൊരു ഷോക്ക് അടിക്കും. നമുക്കറിയാം ഷോക്ക് ഇസ് വെരി പെയിൻഫുൾ അല്ലെ. അപ്പം എലിക്ക് ഇതൊരു പണിഷ്മെന്റ് പോലെയാണ്. ആൻഡ് ഇറ്റ് അണ്ടർസ്റ്റാൻഡ്സ്, ഓക്കെ ഞാൻ ഇതിനെ മുകളിലോട്ട് തള്ളിയാൽ എനിക്കൊരു പെയിൻ അല്ലെങ്കിൽ ഒരു ട്രോമ ഫീൽ ചെയ്യും. അപ്പൊ സോ ഐ എം നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ് എന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവും. ആൻഡ് വിത്തിൻ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ദി റാറ്റ് ബിക്കംസ് എൻ എക്സ്പെർട്ട് ഇൻ മാനിപ്പുലേറ്റിംഗ് ദ ലിവർ. ഇത് ഡൗൺവേർഡ് പോയി കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കിട്ടും, എനിക്ക് ഒരു റിവാർഡ് കിട്ടുമെന്നും, ഇത് അപ്വേർഡ് ആണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് സാധിക്കില്ല, നമുക്ക് പ്രോബബിളി ഒരു പണിഷ്മെന്റ് ആണ് കിട്ടുന്നതെന്നും എലി മനസ്സിലാക്കുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ എലി നമുക്ക് തരികയും ചെയ്യും. ദാറ്റ് ദി ലിവർ ഷുഡ് ഓൺലി ബി പുൾഡ് ഡൗൺവേർഡ്സ് എന്നുള്ളത്. അപ്പം ഇവിടെ ഓപ്പറന്റിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു വോളണ്ടറി ബിഹേവിയർ ആണ്. ദാറ്റ് ഇറ്റ് ഫൈനലി അണ്ടർസ്റ്റാൻഡ്സ്, പതുക്കെ ഇറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അവരുദ്ദേശിക്കുന്ന രീതിയിൽ ബിഹേവ് ചെയ്താൽ എനിക്കൊരു റിവാർഡ് കിട്ടും എന്ന് കുട്ടി മനസ്സിലാക്കുന്നിടത്താണ് ഓപ്പറന്റിങ് എന്ന് പറയുന്നത്. സോ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ബിഹേവിയറിനെ ഫിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഇൻക്രീസ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ കാര്യമാണ്. അപ്പം നമ്മൾ ക്ലാസ്സിൽ റീഇൻഫോഴ്സ്മെന്റിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ 3 തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ്സ് ആണുള്ളത്. ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, 2 നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് 3 പണിഷ്മെന്റ്. നമുക്ക് പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് ഒന്നാണ് എന്നുള്ളതാണ്. നോ, ഇറ്റ് ഈസ് ആക്ച്വലി രണ്ടും 2 കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ തിയറിയിൽ നിന്ന് കിട്ടിയ 3 ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്സ് ആണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ്. സി ഈ സെക്കൻഡ് പാർട്ട് ഓഫ് ദി എക്സ്പെരിമെന്റിൽ പണിഷ്മെന്റ് ആണ് ആർക്ക് കൊടുക്കുന്നത്, എലിക്ക് കൊടുക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി എക്സ്പെരിമെന്റിൽ ലിവർ താഴോട്ട് തട്ടിയപ്പോൾ ഫുഡ് കൊടുത്ത് ഒരു റിവാർഡ് കൊടുത്തതെന്ന് പറയുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബിഹേവിയറിന് അടുത്തോട്ട് കുട്ടി ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ബിഹേവിയറിനെ ഫിക്സ് ചെയ്യാൻ ഒരു റിവാർഡ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതെ റിവാർഡോ സമ്മാനോ സർപ്രൈസോ ഒക്കെ കൊടുക്കുകയാണ്. ആൻഡ് ദ ചൈൽഡ് ഇസ് വെരി ഹാപ്പി വിത്ത് ഇറ്റ്. then the reward gets means the behavior gets fixed. അങ്ങനെയുള്ളൊരു പ്രോസസ്സിനെ നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ഫുഡ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഫോർ ദ റാറ്റ് ആയിരുന്നു. ഇനിയിപ്പോ അഥവാ നമ്മുടെ റാറ്റ് ഇത് താഴോട്ട് വലിക്കുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കൊടുത്തില്ല എന്നിരിക്കട്ടെ, ചിലപ്പോൾ നമുക്ക് ലിവർ താഴോട്ട് വരുന്നത് താല്പര്യമില്ലായിരുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ റാറ്റ്സിന് ഫുഡ് കൊടുക്കുന്നില്ല, ഒരു രീതിയിലുള്ള റിവാർഡും കൊടുക്കുന്നില്ലെങ്കിൽ then that is called a negative reinforcement. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെ കാര്യം തന്നെ പറയാം. എനിക്ക് താല്പര്യം കുട്ടി ക്ലാസ്സിൽ മിണ്ടാതിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഒരു പെർട്ടിക്കുലർ ഡേ ഐ ആം ഒബ്സർവിങ് ദാറ്റ് ഹീസ് ട്രൈങ് ടു യുനോ സ്റ്റോപ്പ് എന്താണ് ക്ലാസ്സിൽ ഇങ്ങനെ ഓടി നടക്കുകയും അനാവശ്യമായിട്ട് ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യുന്നതും നിർത്താൻ വേണ്ടി കുട്ടി തനിയെ ശ്രമിക്കുന്നതായിട്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അവനൊരു ചോക്ലേറ്റ് കൊടുത്തൊരു റിവാർഡ് കൊടുത്ത് വെരി ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ then that is a positive reinforcement. അതേസമയം ഇഫ് ഹീ ഈസ് നോട്ട് ബിഹേവിംഗ് ലൈക്ക് ഐ വോണ്ട്, ക്ലാസ് മാനേജ്മെന്റിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ അവനെ വഴക്ക് പറയുകയാണ്, അല്ലെങ്കിൽ ഞാൻ അവനോട് ഇന്ന് എല്ലാവർക്കും സ്വീറ്റ്സ് ഉണ്ട് പക്ഷെ ഇയാൾക്ക് മാത്രം സ്വീറ്റ് ഇല്ല ബിക്കോസ് യു ഡിഡ്ന്റ് ബിഹേവ് വെൽ ഇൻ ദ ക്ലാസ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഇറ്റ് ഈസ് ആക്ച്വലി അബൌട്ട് ഗിവിംഗ് സം അൺപ്ലസന്റ് എക്സ്പീരിയൻസസ്.
ബട്ട് അതേസമയം പണിഷ്മെന്റ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. പണിഷ്മെന്റ് ഇസ് വെയർ യു ആർ ഗിവിങ് ഒരു അൺഡിസൈറബിൾ ബിഹേവിയറിന് ഒരു പെയിൻ ഇൻഡ്യൂസ് ചെയ്യുക, ഒരു ട്രോമ ഇൻഡ്യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ അടി കൊടുക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലി ഹേർട്ട് ചെയ്യുന്ന രീതി വഴക്ക് പറയുക, അതിനെയൊക്കെയാണ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇൻ ദാറ്റ് കേസ് ദർ ഇസ് സം പെയിൻ ഓർ ട്രോമ ഇൻവോൾവ്. ഇപ്പൊ ഞാൻ ഈ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന്റെ സമയത്ത് ആ കുട്ടിക്ക് കിട്ടാനുള്ള എന്തോ ഒരു എക്സ്പീരിയൻസ് ഞാൻ അങ്ങ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുന്നു, തനിക്ക് തരുന്നില്ല എന്ന് പറയുമ്പോൾ ഐ എം റിമൂവിങ് സംതിങ് ഫ്രം ഹിസ് സൈഡ്. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം പണിഷ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ അടി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇമോഷണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ വഴക്ക് പറയുന്നതിനാണ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. സോ ഓൾ ദീസ് ത്രീ ആർ ഡിഫറെന്റ്. ഇത് എപ്പോഴെപ്പോഴും പ്രയോഗിക്കണം എന്ന് ആസ് എ ടീച്ചർ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. എപ്പോഴും നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുക. ബട്ട് നമുക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ വി ഷുഡ് ഫോക്കസ് ഓൺ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് നോട്ട് പണിഷ്മെന്റ്. പണിഷ്മെന്റ് ഒരു കാലത്തും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല. ഇതിലെ മേജർ പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾസ് ആണ്. അത് നമ്മൾ എങ്ങനെ വേണം കുട്ടിയെ റീഇൻഫോഴ്സ് ചെയ്യാൻ എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഫിക്സ്ഡ് ആയിട്ട് കുട്ടിയെ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണോ, എല്ലാ കാര്യത്തിനും റീഇൻഫോഴ്സ് ചെയ്യണോ, അതോ വേരിയബിൾ ആയിട്ട് ചില വളരെ എക്സെപ്ഷണൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണോ കുട്ടിയെ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യേണ്ടത്, അതൊക്കെ നമ്മളാണ് തീരുമാനിക്കാനുള്ളത്. ദെൻ ദർ ഇസ് സംതിങ് കോൾഡ് ഷേപ്പിംഗ്. ഷേപ്പിംഗ് ഇസ് നത്തിങ് ബട്ട് ഗ്രാജുവലി റീഇൻഫോഴ്സിങ് സ്റ്റെപ്സ് ടുവേർഡ്സ് ഡിസൈറബിൾ ബിഹേവിയർ. നമ്മൾ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ക്ലാസ്സിൽ ഒരു കുട്ടി കാണിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷെ അതിന്റെ അടുത്തേക്ക് വരുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ കുട്ടി ഓരോ സ്റ്റെപ്പ് ഗ്രാജുവലി മുമ്പോട്ട് വരുമ്പോഴും നമ്മൾ ആ കുട്ടിയെ റീഇൻഫോഴ്സ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ദെൻ ദാറ്റ് ഇസ് കോൾഡ് ആസ് ഷേപ്പിംഗ്. ദെൻ ദർ ഇസ് എക്സ്റ്റിങ്ഷൻ ഓഫ് ബിഹേവിയർ. അതായത് നമ്മൾ ഈ റീഇൻഫോഴ്സ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും കുട്ടിയും ആ കുട്ടി കാണിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ കുട്ടി എലിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കുട്ടി സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വെൻ യു സ്റ്റോപ്പ് ദി റീഇൻഫോഴ്സ്മെന്റ്, അപ്പൊ ദാൻ ദർ ഇസ് ഗോയിങ് ടു ബി എൻ എക്സ്റ്റിങ്ഷൻ ഓഫ് ദിസ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ഇതിനകത്ത് നമുക്കൊരു ജനറലൈസേഷനും ഡിസ്ക്രിമിനേഷനും പറയാം, വിച്ച് ഇസ് സിമിലർ ടു ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലും നമ്മൾ പറഞ്ഞതാണ്. അതായത് ഇവർക്ക് ഈ ഒരു നമ്മളൊരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ റീഇൻഫോഴ്സ്മെന്റ് ആ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമാണെന്ന് കുട്ടി ജനറലൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ ക്ലാസ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് ആ കുട്ടിക്ക് അറ്റ് ദി എൻഡ് ഒരു റിവാർഡ് കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ ഞാൻ ഈ റിവാർഡ് കൊടുക്കുന്ന ക്ലാസ് മാനേജ്മെന്റിനാണ്. ഈ കുട്ടി ചെന്ന് ഈ ഒരു റിവാർഡിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ക്ലാസ് മാനേജ്മെന്റിന് കൊടുത്തുകൊണ്ടിരുന്ന റീഇൻഫോഴ്സ്മെന്റ് വിൽ വർക്ക് ഓൺലി ഫോർ ദി ക്ലാസ് മാനേജ്മെന്റ്. അതേസമയം ഡിസ്ക്രിമിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പൊ ക്ലാസ് മാനേജ്മെന്റിന് ഉള്ളിൽ വരുന്ന എന്തെങ്കിലും ഒരു സബ് ഏരിയ ആണെങ്കിൽ ദെൻ the reward will help increase that behavior, but nothing other than class management. അപ്പുറത്തേക്ക് ഒരു കാര്യം കുട്ടി ചെയ്യില്ല. ഞാനിപ്പോൾ കുട്ടി മിണ്ടാതിരിക്കാൻ കൊടുത്തൊരു സ്വീറ്റിന് വേണ്ടിയിട്ട് ടീച്ചർ മിണ്ടാതിരിക്കാൻ എനിക്കൊരു മുട്ടായി തന്നു, എനിക്ക് പഠിച്ചും കൂടെ കളയാം എന്നൊരിക്കലും ഒരു കുട്ടി വിചാരിക്കില്ല. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് ഡിസ്ക്രിമിനേഷൻ. ദെൻ ദ നേച്ചർ ഇസ് ദാറ്റ് ശരിക്കും ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ദ ചൈൽഡ് ഇസ് വെരി ആക്റ്റീവ്. അതുപോലെ ബിഹേവിയർ ഇസ് ഷേപ്ഡ് ബൈ ഇറ്റ്സ് ഔട്ട്കം. നമ്മളായിട്ട് കുട്ടിയിലൊരു ചേഞ്ച് കൊണ്ടുവരികയല്ല, കുട്ടി കാണിക്കുന്ന ഒരു ചേഞ്ച് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ആ ചേഞ്ചിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ തോണ്ടേക്കിന്റെ ട്രയൽ ആൻഡ് എറർ തിയറിയാണ്. എപ്പോഴും സെറ്റിന് ചോദിച്ചു കാണാറുള്ള ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് തോണ്ടേക്കിന്റെ ട്രയൽ ആൻഡ് എറർ തിയറി. അതുപോലെ തന്നെയാണ് ക്ലാസിക്കൽ ഓപ്പറന്റ് കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് അങ്ങനെ അധികം ചോദിച്ചു കാണാറില്ല. ജസ്റ്റ് ഈ പേര് ചോദിച്ചിട്ട് ഇത് ആരാണ് മുമ്പോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ കാണാറുള്ളൂ. അല്ലെങ്കിൽ ആ ലൈക്ക് കണ്ടീഷൻഡ് അൺകണ്ടീഷണൽ റെസ്പോൺസും ന്യൂട്രൽ സ്റ്റിമുലസും ഒക്കെ തമ്മിൽ ഇതൊക്കെ ഏതാണെന്ന് മാച്ച് ചെയ്യാനൊക്കെ വരാറുള്ളൂ. പക്ഷെ ഈ രണ്ട്, അതായത് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ നിന്നും ട്രയൽ ആൻഡ് എറർ തിയറിയിൽ നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ ട്രയൽ ആൻഡ് എറർ തിയറിക്കകത്ത് മുമ്പോട്ട് വെച്ചത് E.L. തോണ്ടേക്കാണ് 1898. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് ലേണിംഗ് തിയറീസ്. അതിനോടൊപ്പം അദ്ദേഹം ചെയ്തൊരു എക്സ്പെരിമെന്റ് ആണ് ഹംഗ്രി കാറ്റിന് പസിൽ ബോക്സ്. സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ്. ഒരു വളരെ വിശന്ന് വലിഞ്ഞൊരു പൂച്ചയെ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പെട്ടിക്കകത്തിട്ടു. ആ പെട്ടി തുറക്കണമെങ്കിൽ അതിലൊരു ലിവർ ഉണ്ട്. അതിനെ ഏതോ ഒരു രീതിയിൽ പൂച്ച തട്ടിക്കഴിഞ്ഞാൽ ആ ലിവർ തുറക്കുകയും പൂച്ചയ്ക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇനി പൂച്ച പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും രീതിയിൽ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ കൊടുക്കണമെന്ന് വെച്ചിട്ട് അതിന്റെ കൈ എത്രയൊക്കെ അത് മാക്സിമം പുറത്തിടാൻ ശ്രമിച്ചാലും എത്താത്ത വളരെ അടുത്ത ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തു, അദ്ദേഹം ഒരു ചെറിയ പാത്രത്തിൽ ഒരു മീൻ വെച്ചിട്ട്, അപ്പം ബിക്കോസ് ദി കാറ്റ് വാസ് ഹംഗ്രി ആൻഡ് ഇറ്റ് വാണ്ടഡ് ദി ഫുഡ്, ഇറ്റ് സ്റ്റാർട്ടഡ് ടു ട്രൈ
എല്ലാ കാര്യങ്ങളും കൈ പുറത്തിട്ട് നോക്കി, അതിങ്ങനെ അടുത്തോട്ട് വലിക്കാൻ നോക്കി, ഒന്നും പറ്റുന്നില്ല. അപ്പം ഇറ്റ് അണ്ടർസ്റ്റുഡ് ഇറ്റ് നീഡ്സ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദി ബോക്സ്. ആ ബോക്സിൽ നിന്ന് പുറത്തിറങ്ങിയാലേ അത് കഴിക്കാൻ പറ്റുമെന്ന് അതിന് മനസ്സിലായി. അപ്പൊ അത് എന്ത് ചെയ്യാൻ തുടങ്ങി? അത് ഈ സൈഡിലും അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ച് ചെയ്യാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അത് വലിച്ചും പിടിച്ചും ഒക്കെ അവസാനം അത് എന്ത് ചെയ്തു? അത് എങ്ങനെയോ കൈ തട്ടിയപ്പോ ആ ലിവർ ഓപ്പണായി, കേജ് ഓപ്പൺ ആയിട്ട് പൂച്ചയ്ക്ക് പുറത്തു വരാൻ പറ്റി. ബട്ട് തോണ്ടെക് ഡിഡ് നോട്ട് സ്റ്റോപ്പ് ദെയർ. പൂച്ച പിന്നെയും ആ പെട്ടിക്കകത്ത് ഇട്ടുകൊണ്ടിരുന്നു. ഒരു പോയിന്റ്, ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പൂച്ചയ്ക്ക് കാര്യം മനസ്സിലായി. ഈ ഒരു ലിവറിൽ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് പൂച്ചയ്ക്ക് കാര്യം കത്തി. അപ്പൊ ഇതാണ് എക്സ്പെരിമെന്റ്. ഇതിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ റിപ്പീറ്റഡ് ട്രയൽസ് ആയിട്ട് ഇതിങ്ങനെ ട്രയൽ ആൻഡ് എററിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമുക്കതിൽ നമ്മൾ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് പതുക്കെ പതുക്കെ എലിമിനേറ്റ് ചെയ്ത് ഫൈനലി വി ബിക്കം മാസ്റ്റേഴ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ലേണിംഗ്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ വളരെ നല്ല മാസ്റ്റേഴ്സ് ആവും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതാണ് ഇതിന്റെ കോർ ഐഡിയ എന്ന് പറയുന്നത്. ആദ്യം നമ്മളൊരു റാൻഡം റെസ്പോൺസ് ഉണ്ടാവും. ആ റെസ്പോൺസിന് ഒരു സക്സസ്ഫുൾ റെസ്പോൺസ് നമ്മൾ തിരിച്ചു കൊടുക്കും. അതായത് നമ്മൾ ഒരുപാട് റാൻഡം ആയിട്ട് ആ ലിവറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഏതോ ഒരു പർട്ടിക്കുലർ മാനിപ്പുലേഷനിൽ അത് സക്സസ്ഫുൾ ആവുന്നു. അത് സക്സസ്ഫുൾ ആയി പൂച്ച പുറത്തിറങ്ങിയപ്പോൾ അതിന് റീഇൻഫോഴ്സ്മെന്റ് കിട്ടി, അല്ലേ? ഒരു എന്താണ്, മീൻ കിട്ടി. ആൻഡ് ദെൻ പൂച്ചയ്ക്ക് ഒരു ലേണിംഗ് അവിടെ സംഭവിക്കുകയാണ്. സോ ദാറ്റ് ഇസ് ദി പ്രോസസ് ഹിയർ. ഇതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ് ലേണിംഗ് കർവ്. ലേണിംഗ് കർവ് ഞാൻ അങ്ങോട്ടുള്ള സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ദെയർ വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ ഡീറ്റെയിൽ. സോ ഈ തിയറിയിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് ലോസ് ഓഫ് ലേണിംഗ്. എപ്പോഴും ചോദിച്ചു കാണാറുള്ള ഒരു ഏരിയ ആണ് ലോസ് ഓഫ് ലേണിംഗ്. സോ ലോസ് ഓഫ് ലേണിംഗിന്റെ അടിയിൽ നമുക്ക് വരുന്നത് മൂന്ന് ലോസ് ആണ്. ലോ ഓഫ് എഫക്ട്, ലോ ഓഫ് എക്സസൈസ് ആൻഡ് ലോ ഓഫ് റെഡിനെസ്. അപ്പൊ ഈ മൂന്ന് ലോസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തെങ്കിലും രീതിയിലുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും കണ്ടുവരാറുണ്ട്. സോ റെസ്പോൺസസ് ഫോളോഡ് ബൈ സാറ്റിസ്ഫാക്ഷൻ ആർ സ്ട്രെങ്തൻഡ്. അതായത് ലോ ഓഫ് എഫക്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ പെട്ടിക്കകത്ത് കിടന്ന പൂച്ച ആ പെട്ടിയിൽ നിന്ന് പുറത്തു വരാൻ ഒരു റീസൺ ഉണ്ടായിരുന്നു. കാരണം അതിന്റെ തൊട്ട് മുമ്പിൽ ഒരു റിവാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം ആ പെട്ടിയിൽ നിന്ന് പുറത്തു വന്നപ്പം വൈ ഇറ്റ് ഫെൽറ്റ് സോ സാറ്റിസ്ഫൈഡ് ഇസ് ബിക്കോസ് ഇറ്റ് ഗോട്ട് ദി ഫിഷ്. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്തും നമുക്ക് ആ പഠിക്കുന്നതിന്റെ അവസാനം ആ ലേണിംഗ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണമെങ്കിൽ വി ഷുഡ് ഗിവ് ഇറ്റ് ഗുഡ് ഫീഡ്ബാക്ക് ആൻഡ് വി ഷുഡ് ഓൾസോ ഗിവ് ഇറ്റ് ഗുഡ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളതാണ് ലോ ഓഫ് എഫക്റ്റിനെ സംബന്ധിച്ച്. സോ whenever a child is reinforced, then there is law of effect happening. Then there is law of exercise. Law of exercise എന്ന് പറഞ്ഞാൽ repetition strengthens learning എന്നുള്ളതാണ്. അതിപ്പോ നമ്മൾ കണ്ട എക്സ്പെരിമെന്റിലും അങ്ങനെ തന്നെയാണ്. ഈ പൂച്ചേനെ ആദ്യത്തെ പ്രാവശ്യം ചെയ്ത എക്സ്പെരിമെന്റിന് ശേഷം പിന്നെയും ഇദ്ദേഹം എന്ത് ചെയ്തു? പൂച്ച ആ ബോക്സിൽ ഇട്ടുകൊണ്ടിരുന്നു. ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം ദി ക്യാറ്റ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈ ലിവറിനെ ചെറുതായിട്ടൊന്ന് എങ്ങനെയാണ് കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്, അത് മാനിപ്പുലേറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ബോക്സിൽ നിന്ന് പുറത്തിറങ്ങിയാലോടം തന്നെ മീനും കിട്ടും എന്നുള്ളത് പൂച്ചയ്ക്ക് മനസ്സിലായി. സോ ലോ ഓഫ് എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മൾ മാത്സിൽ തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ റെപ്പറ്റേറ്റീവ് ആയിട്ട് ഒരേ ടൈപ്പ് ഓഫ് രീതിയിലുള്ള പ്രോബ്ലംസ് റെപ്പറ്റേറ്റീവ് ആയിട്ട് സോൾവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലേണിംഗ് സ്ട്രെങ്തൻസ് എന്നുള്ളതാണ്. ആൻഡ് ദെൻ ദർ ഇസ് ലോ ഓഫ് റെഡിനെസ്. ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെന്റിന് ആ പൂച്ച മെന്റലി റെഡി അല്ലെങ്കിൽ അത് നടക്കില്ല. ഇപ്പം അത് വയറ് നിറഞ്ഞ ഒരു പൂച്ചയാണ്, അതിന്റെ മുമ്പിൽ മീൻ കൊണ്ടുവച്ചാൽ ചിലപ്പോൾ ഇറ്റ് മൈറ്റ് നോട്ട് ബി ഈവൻ ഇൻട്രസ്റ്റഡ് ടു ഗോ ഔട്ട് ഓഫ് ദ കേജ്. ഞാൻ ഇപ്പൊ കഴിച്ചല്ല, എന്റെ വയറ് ഫുള്ളാണ്, അപ്പൊ എനിക്ക് പുറത്തിറങ്ങണ്ടല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും പൂച്ച ഇരിക്കുന്നത്. But at the same time, what made the cat come out of the box is that it was highly hungry. നല്ല വിശന്ന ഒരു പൂച്ചയാണ് നമ്മൾ എന്ത് ചെയ്തത് അതിനകത്തിട്ട. സോ ഇറ്റ് വാസ് വാണ്ടിങ് ടു ഹാവ് ഫുഡ്. അപ്പൊ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്തും അൺലെസ് ദേ റിയലി വാണ്ട് ടു ലേൺ, നമ്മൾ അവരെ എന്ത് ചെയ്യരുത്, ലേൺ ചെയ്യാൻ വേണ്ടി അവരെ പുഷ് ചെയ്യരുത്. അങ്ങനെ പുഷ് ചെയ്താൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദേ വിൽ ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ്. ആ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ലേണിംഗ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യില്ല, നടക്കില്ല. ഇതിനെ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി എന്നും കൂടിയാണ് അറിയപ്പെടുന്നത്. സോ ഗോയിങ് ബാക്ക്, നമ്മുടെ സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിനെ സംബന്ധിച്ച് ഇവിടെ വന്ന റെസ്പോൺസിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് കൊടുത്ത് ഇതിനെ ഫിക്സ് ചെയ്തത്. സോ RS കപ്ലിംഗ് ഇസ് ബേസ്ഡ് ഓൺ നമ്മുടെ സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്. അതേസമയം പാവ്ലോവിന്റെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു സ്റ്റിമുലസ് കൊടുത്താണ് ഡോഗിനെ കൊണ്ട് സലൈവേറ്റ് ചെയ്യിച്ചത്. അതുകൊണ്ട് ഹിയർ ദർ ഇസ് RS coupling happening.
SR coupling happening, and in Skinner's operant conditioning RS coupling ആണ് സംഭവിക്കുന്നത്. തോണ്ടേക്കിന്റെ ട്രയൽ ആൻഡ് എറർ തിയറിയിലും SR ലേണിംഗ്, പാവ്ലോവിന്റെ പോലെ തന്നെ SR ലേണിംഗ് ആണ് ഉണ്ടാവുന്നത്. ഇവിടെ ലേണിംഗ് വളരെ മെക്കാനിക്കലും ട്രയൽ ബേസ്ഡും ആണ്. ആ പൂച്ച അതിനകത്തൂടെ ട്രയൽസ് ചെയ്താണ് ലിവറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പഠിക്കുന്നത്. ഇത് പെട്ടെന്ന് പൂച്ചയ്ക്ക് ഒരു ഇൻസൈറ്റ് ഉണ്ടാവുന്നതല്ല, ഇങ്ങനെ ചെയ്താൽ എനിക്ക് പുറത്തിറങ്ങാമെന്ന് പൂച്ച ഒറ്റ ട്രയലിലല്ല മനസ്സിലാക്കുന്നത്. പകരം മൾട്ടിപ്പിൾ ട്രയൽ ആൻഡ് എറർ ബേസ്ഡ് മെക്കാനിക്കൽ വർക്കിലൂടെയാണ് പൂച്ച ഫൈനലി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ദ ലിവർ ക്യാൻ ബി മാനിപ്പുലേറ്റഡ്. ഇതിലെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കണം, റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ കുട്ടി ഷുഡ് ബി വില്ലിംഗ് ടു ലേൺ എന്നുള്ളതാണ്. എറേഴ്സ് ആർ നാച്ചുറൽ ആൻഡ് ലീഡ് ടു ഇവൻച്വൽ ലേണിംഗ്. നമ്മൾ എന്ത് രീതിയിലുള്ള ലേണിംഗിലാണെങ്കിലും എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ എറേഴ്സ് കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, വിച്ച് വിൽ ഇവൻച്വലി ലീഡ് ടു ഗുഡ് ലേണിംഗ് എന്നുള്ളതാണ്. ആൻഡ് റിവാർഡ്സ് ഇൻക്രീസസ് മോട്ടിവേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലോ ഓഫ് എഫക്റ്റിലാണ് റിവാർഡ്സ് വരുന്നത്. നമ്മൾ റിവാർഡ് കൊടുക്കുകയാണെങ്കിൽ കുട്ടി എന്ത് ചെയ്യും, കുറെ കൂടെ മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കും. അപ്പം നമ്മൾ പ്രോബ്ലം സോൾവിങ്ങിലൊക്കെ എപ്പോഴും അപ്ലൈ ചെയ്യുന്ന ഒരു ലേണിംഗ് തിയറിയാണ് തോണ്ടേക്കിന്റെ ട്രയൽ ആൻഡ് എറർ തിയറി. സോ നെക്സ്റ്റ് വി കം ടു ജസ്റ്റാൾട്ട്സ് ലേണിംഗ് തിയറി. ഇതൊരു നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ലൈക്ക് ഐ ടോൾഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, ക്രോണോളജിക്കൽ ഓർഡറിൽ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ലേണിംഗ് തിയറീസിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം വരുന്നത് തോണ്ടേക്കിന്റെ തിയറിയാണ് ഏറ്റവും ആദ്യം വരുന്നത്. ദെൻ കംസ് പാവ്ലോവ്, ദെൻ കംസ് സ്കിന്നർ, ആൻഡ് ഫൈനലി ജസ്റ്റാൾട്ട് ലേണിംഗ് തിയറി. അതിനകത്തുള്ള എടുത്തെടുത്ത് ചോദിക്കണമെന്നില്ല. ജസ്റ്റാൾട്ടിന്റെ ലേണിംഗ് തിയറി ഏറ്റവും ആദ്യത്തെ ഏതാണെന്നൊന്നും എടുത്ത് ചോദിക്കില്ല. ജസ്റ്റാൾട്ട് ലേണിംഗ് തിയറി അത് കഴിഞ്ഞാണ് കോഗ്നിറ്റീവ് ലേണിംഗ് തിയറീസ് വരുന്നത്. ആൻഡ് ലേറ്റർ ഓൺ നമുക്ക് കൺസ്ട്രക്റ്റിവിസ്റ്റിക് ലേണിംഗ് തിയറീസ് വരുന്നു. നെക്സ്റ്റ് വൺ ഇസ് ജസ്റ്റാൾട്ട് ലേണിംഗ് തിയറി. ജസ്റ്റാൾട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, മാക്സ് ബെർത്തിമേയർ, വുൾഫ്ഗാങ് കോക്ലർ, കേർട്ട് കോഫ്ക ആൻഡ് കേർട്ട് ലെവിൻ, ഇത്രയും പേര് ചേർന്ന് ഇത്രയും ജർമ്മൻ സൈക്കോളജിസ്റ്റ് ചേർന്നുണ്ടാക്കിയ ഒരു ഓർഗനൈസേഷൻ ആണ് ജസ്റ്റാൾട്ട് ലേണിംഗ് സ്കൂൾ എന്ന് പറയുന്നത്. ജസ്റ്റാൾട്ട് മീൻസ് ഹോൾ ഓർ പാറ്റേൺ. നമുക്ക് മൊത്തത്തിലുള്ള ഒരു ലേണിംഗ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ബെറ്റർ ദാൻ സം ഓഫ് പാർട്സ് എന്നാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി പറയുന്നത്. ദ ഹോൾ ഇസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് പാർട്സ്. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ഹോൾ ഇസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് പാർട്സ് എന്ന് പറഞ്ഞത് ഏത് സ്കൂൾ ഓഫ് സൈക്കോളജി ആണെന്നുള്ളത്. സോ ദാറ്റ് ഓൾസോ പ്ലീസ് കീപ് ഇൻ മൈൻഡ്. ഇനി മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്നത് ഇൻസൈറ്റ്ഫുൾ ലേണിംഗും പെർസെപ്ഷൻ ആൻഡ് ഓർഗനൈസേഷനും ആണ്. സോ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു യുറേക്ക അല്ലെങ്കിൽ ആഹാ മൊമെന്റ് ഉണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു നമ്മൾ ആ ഹോൾ പിക്ചറിനെ ബേസ് ചെയ്ത്, ഹോൾ സിറ്റുവേഷനെ ബേസ് ചെയ്ത് പെട്ടെന്ന് നമുക്കൊരു ഐഡിയ വന്ന് നമുക്ക് ആ പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദെൻ ദാറ്റ് ഇസ് കോൾഡ് ആസ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്. ആഹാ അല്ലെങ്കിൽ യുറേക്ക മൂവ്മെന്റ് എന്നാണ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗിനെ അറിയപ്പെടുന്നത്. ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് വൺ ഇസ് പെർസെപ്ഷൻ ആൻഡ് ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ ഹ്യൂമൻസിന്റെ ഒരു പെർട്ടിക്കുലർ ടെൻഡൻസിയാണ്, നമുക്ക് കുറെ കാര്യങ്ങൾ കുറെ ഡേറ്റ നമുക്ക് തന്നാൽ ആ ഡേറ്റയുടെ ഇടയിൽ ഒരു പാറ്റേൺ നമുക്ക് റിയലൈസ് ചെയ്യാനും ആ ഡേറ്റയുടെ ഇടയിലുള്ള ഓരോ വേരിയബിൾസിന്റെ റിലേഷൻഷിപ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമുക്കൊരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ത്വരയുണ്ട്, വിച്ച് ഇസ് കോൾഡ് ആസ് പെർസെപ്ഷൻ ആൻഡ് ഓർഗനൈസേഷൻ. വെൻ എവർ യു ഗെറ്റ് സെറ്റ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ വാട്ട് എവർ ലേണിംഗ് മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ മൊത്തത്തിൽ ഓവറോൾ ഇത് എന്താണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുകയും ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യുകയും ഒരു ഹോൾ പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാനുമുള്ള നമ്മുടെ ഒരു കഴിവിനെയാണ് പെർസെപ്ഷൻ ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നൗ ഇതിനകത്തുള്ള ഒരു ഫേമസ് എക്സ്പെരിമെന്റ് ആണ് കോഹ്ലറിന്റെ ചിമ്പാൻസി എക്സ്പെരിമെന്റ്. 1925 അത് നടക്കുന്നത്. സോ സബ്ജക്ട് ഇസ് ചിമ്പാൻസി നെയ്മഡ് സുൽത്താൻ. സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസിയെ ബേസ് ചെയ്തിട്ടാണ് ഈ പർട്ടിക്കുലർ എക്സ്പെരിമെന്റ് നടത്തിയത്. ഒന്നുമില്ല, ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു ബനാന കെട്ടിത്തൂക്കുന്നു, ഒരു കേജിനകത്ത് ഒരു മങ്കി ഇട്ടിരിക്കുകയാണ്, അതിനോടൊപ്പം ഒരു കേജിന്റെ മുകളിൽ നിന്ന് ഒരു ബനാന കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ട്. സോ ഈ കേജിന്റെ 4 പാടായിട്ട് 2 ബോക്സസ് വെച്ചിട്ടുണ്ട്. അപ്പം ഈ എക്സ്പെരിമെന്റേഴ്സ് നോക്കുകയാണ് ഹൗ ദി മങ്കി റീച്ചസ് ദി ബനാന. മങ്കി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, ബനാന കൈയൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. അപ്പം വാട്ട് ഹാപ്പൻസ് ഇസ് ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ടൈം ഇറ്റ് സഡൻലി തിങ്സ് ആൻഡ് ടേക്സ് ദ 2 ബോക്സസ്, അതിനെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ഇട്ടിട്ട് അതെന്ത് ചെയ്യും, അതിന്റെ മുകളിൽ കയറി ആ ബനാനെ പിടിച്ചെടുക്കും. സോ ദാറ്റ് ഇസ് വൺ എക്സ്പെരിമെന്റ് ദാറ്റ് വാസ് ഡൺ. അത് കഴിഞ്ഞ് അവർ കുറച്ചുകൂടെ പൊക്കി, ആ ബനാന കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കുറെ കൂടെ പൊക്കി. അപ്പം വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ്
ആ 2 ബോക്സിൽ കയറി നിന്നാൽ പോലും സ്ട്രെച്ച് ചെയ്ത് നോക്കിയാൽ പോലും മങ്കിക്ക് ആ ബനാന എത്താൻ പറ്റാത്ത ഒരു പൊക്കത്തിലാണ് അതിനെ കെട്ടിത്തൂക്കിയിട്ടിരുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം മങ്കി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയും ചുറ്റുമൊക്കെ നോക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു നീളമുള്ള കമ്പ മീൻസ് ആ കേജിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് പെട്ടെന്ന് ആ കമ്പെടുത്ത് അത് വെച്ചിട്ട് ആ ബനാന അടിച്ച് താഴെയിട്ട് അത് കഴിക്കാൻ ശ്രമിച്ചു. അപ്പം ഇതിൽ നിന്നും then they understood that banana placed out of reach, sticks and boxes provided will help the monkey to finally get the banana. അപ്പൊ അതാണ്. അപ്പൊ നമുക്ക് മനുഷ്യർക്കായാൽ പോലും അങ്ങനെ ഒരു എന്താണ് എബിലിറ്റി ഉണ്ട്, സച്ച് ദാറ്റ് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രോബ്ലത്തിനെ ഇൻസൈറ്റ്ഫുൾ ആയിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെന്റ് അദ്ദേഹം ചെയ്തു നോക്കിയത്. ആരാണിത് ചെയ്തത്? കോഹ്ലർ ആണ് ചെയ്തത്. സോ സുൽത്താൻ ഇവിടെ മേജർ ആയിട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിഡ് നോട്ട് യൂസ് ഇനി ട്രയൽ ആൻഡ് എറർ. നമ്മൾ നേരത്തെ തോണ്ടേക്കിന്റെ കേസിൽ കണ്ടതുപോലെ പൂച്ച ട്രയൽ ആൻഡ് എററിലൂടെയാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ബട്ട് ഹിയർ ദ മങ്കി വാസ് ജസ്റ്റ് ഇൻസൈറ്റ്ഫുൾ. 2-3 പ്രാവശ്യം ട്രൈ ഒന്നും ചെയ്തില്ല, ഒറ്റ ടേക്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി എന്ന് പറയുന്നത് പോലെ അതൊരു ഇൻസൈറ്റിനെ ബേസ് ചെയ്ത് പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയ ബേസ് ചെയ്ത് അത് ഒരു തന്റെ മുമ്പിൽ വെച്ചൊരു പ്രോബ്ലം സോൾവ് ചെയ്യായിരുന്നു. ആഫ്റ്റർ ഒബ്സർവിംഗ് സിറ്റുവേഷൻ ഹി കമ്പൈൻഡ് ടൂൾസ് ആൻഡ് സ്റ്റാക്ട് ബോക്സസ് ടു റീച്ച് ദി ബനാന. സോ ദിസ് ആക്ച്വലി ഡെമോൺസ്ട്രേറ്റഡ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി പ്രോബ്ലം. ഒരു മുമ്പിൽ വന്നൊരു പ്രോബ്ലത്തിനെ നന്നായിട്ട് മനസ്സിലാക്കാനും അതിനോടൊപ്പം പെട്ടെന്നൊരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ പുറപ്പെടുവിപ്പിക്കാനുള്ള ആ മങ്കിയുടെ കഴിവിനെയാണ് അത് കാണിച്ചത്. പ്രോബ്ലം സോൾവിംഗ് ഇസ് എ കോഗ്നിറ്റീവ് പ്രോസസ് ആൻഡ് നോട്ട് ജസ്റ്റ് സ്റ്റിമുലസ് റെസ്പോൺസ് എന്നാണ് ഇതിന്റെ കൺക്ലൂഷൻ. അതായത് നമ്മുടെ മുമ്പിൽ ഒരു പ്രോബ്ലം വന്നാൽ ആ പ്രോബ്ലത്തിന് നമ്മളിങ്ങനെ ട്രയൽ ആൻഡ് എറർ ചെയ്തുകൊണ്ടിരിക്കുകയല്ല, പകരം നമ്മൾ കോഗ്നിറ്റീവ് ആയിട്ട് നമ്മുടെ ചുറ്റുമുള്ള എന്തൊക്കെ വെച്ച് അതിനെ സോൾവ് ചെയ്യാമെന്നൊന്ന് ആലോചിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു കോഹ്ലറിന്റെ ചിമ്പാൻസി എക്സ്പെരിമെന്റ്. ഇനി ജസ്റ്റാൾട്ട് സ്കൂളിനെ സംബന്ധിച്ച് കുറച്ച് ലോസ് ഉണ്ട്. ഈ ലോസ് എപ്പോഴും ചോദിച്ചു കാണാറുള്ള ലോസ് ആണ്. സോ ഫ്രം മൈ സൈഡ് ഐ വുഡ് സേ ഓൾ ദീസ് ലോസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ലോ ഓഫ് പ്രോക്സിമിറ്റി. ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ഉള്ള കുറച്ച് ഒബ്ജക്ട്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അത് വെച്ച് തന്നിരിക്കുന്ന ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തടുത്ത് കാണുന്ന ഇപ്പം നമ്മള് ബാലരമയിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്, നമുക്ക് ഒരു അടുത്തടുത്ത് ഡോട്ട്സ് തന്നേക്കും. കൊച്ചായിരുന്നപ്പോൾ ചെയ്തിട്ടില്ലേ, എന്നിട്ട് ആ ഡോട്ട്സിനെ ഫില്ല് ചെയ്ത് ആ ജന്തു എന്താണ് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഡ്രോയിങ് എന്താണെന്ന് മനസ്സിലാക്കാനായിരിക്കും ആ ആക്ടിവിറ്റി. സോ ഒബ്ജക്ട്സ് ക്ലോസ് ടു ഈച്ച് അതർ ആർ പെർസീവ്ഡ് ആസ് എ ഗ്രൂപ്പ്. ഇതിന്റെ ചുറ്റുമുള്ള ആ ഒരു ഷേപ്പ് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ആ ഡോട്ട്സ് വെച്ച് കണക്ട് ചെയ്ത് നമ്മൾ വരയ്ക്കാതെ തന്നെ കണ്ടുപിടിക്കും, ഇത് ഒരു സീബ്രയാണ് അല്ലെങ്കിൽ ഇതൊരു ജിറാഫ് ആണ് എന്നുള്ളത്. ആ ഡോട്ട്സ് വെച്ച് തന്നെ കണ്ടുപിടിക്കാനുള്ള, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ഇൻസൈറ്റിനെയാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. ലോ ഓഫ് പ്രോക്സിമിറ്റി നമ്മുടെ ചിമ്പാൻസി എക്സ്പെരിമെന്റിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചിമ്പാൻസി നോക്കിയപ്പോൾ ആ ഒരു കേജിനകത്ത് പെട്ടെന്ന് വളരെ അടുത്ത് എന്ത് ചെയ്തു, കുറെ ടൂൾസ് കിടക്കുന്ന കണ്ടു. പെട്ടെന്ന് അതിനെ ഗ്രൂപ്പ് ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബോക്സിനെ ഒന്നിന്റെ മണ്ടയിൽ ഒന്നാക്കി ആ സ്റ്റിക്ക് ഉപയോഗിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, മീൻസ് ആ ജന്തു എന്ത് ചെയ്തു, ബനാന കൈക്കലാക്കി. സോ ദാറ്റ് വാസ് ആക്ച്വലി ലോ ഓഫ് പ്രോക്സിമിറ്റി. അടുത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ പെട്ടെന്ന് പെർസീവ് ചെയ്ത് ഗ്രൂപ്പ് ആക്കാനും അത് വെച്ച് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനും സാധിക്കും. Then there is law of similarity. Similar items are grouped together. അതിപ്പോ നമ്മൾ കുഞ്ഞു പിള്ളേരോട് ചോദിച്ചാൽ പോലും നമ്മളിങ്ങനെ പല കളേഴ്സ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ they have the ability to group the colors. ഒരുപോലെ ഇരിക്കുന്ന കളേഴ്സിനെ അതിന് ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കുന്നു. So that is called as law of similarity, which is there in human beings. Then there is law of closure. We fill gaps to perceive a complete image. ഇപ്പൊ നമ്മള് നമ്മുടെ മുമ്പില് ഒരു പിക്ചറിന്റെ 2 സൈഡ് തന്നിരിക്കുകയാണ്. ഒരു സൈഡിൽ ദർ ഇസ് എ കംപ്ലീറ്റ് പിക്ചർ ഓഫ് എ സീബ്ര, അതിന്റെ ബാക്കിലുള്ള ബിഹൈൻഡിനുള്ള പടം ഡോട്ട്സിലാണ് തന്നിരിക്കുന്നതെങ്കിലും നമ്മൾ പെട്ടെന്ന് ആ പടം കാണുമ്പോൾ വി ടെൻഡ് ടു പെർസീവ് ഇറ്റ് ആസ് എ കംപ്ലീറ്റ് ഇമേജ് ഓഫ് എ സീബ്ര. ഇതിനെയാണ് ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. Then there is law of continuity. Continuity എന്ന് പറയുമ്പോൾ വി പെർസീവ് സ്മൂത്ത് കണ്ടിന്യൂസ് പാറ്റേൺസ്. നമുക്കിങ്ങനെ അബ്രപ്റ്റ് ആയിട്ട് വരുന്ന കുറെ ഡോട്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ സ്മൂത്ത് ആയിട്ട് വരുന്ന ഒരുപാട് ഡോട്ട്സ് അല്ലെങ്കിൽ ഡേറ്റാസ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിനകത്തുള്ള പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ നമുക്ക് കഴിവുണ്ട് എന്നുള്ളതാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി. ആൻഡ് ദർ ഇസ് ലോ ഓഫ് പ്രാഗ്നൻസ് അല്ലെങ്കിൽ ലോ ഓഫ് സിംപ്ലിസിറ്റി. വി പെർസീവ് ദ സിംപ്ലസ്റ്റ് ഫോം പോസിബിൾ. അപ്പം നമുക്ക് ആക്ച്വലി പെട്ടെന്നൊരു അതൊരു എക്സ്പെരിമെന്റ് തന്നെ ഉണ്ട്. ഒരു പടം കാണിക്കുകയാണ്,
ആ പടത്തിനകത്ത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇമേജസ് കാണും. ആ പടത്തിന്റെ ഒരു ഹോൾ പിക്ചർ പക്ഷെ നമുക്ക് പെട്ടെന്ന് ആ പടം നോക്കുമ്പോൾ ഒരു പൂവായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ആ പൂവിന്റെ പല ഇതളുകളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുടെ ഇമേജസ് കാണുന്ന പോലുള്ള ഇല്യൂഷൻ പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ബട്ട് ആസ് ഹ്യൂമൻസ് നമ്മൾ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന അതിനെ ഒരു സിംപ്ലസ്റ്റ് ഫോം പോസിബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഓവറോൾ പിക്ചർ നോക്കി പെട്ടെന്ന് അതിനെ ഒരു ഫ്ലവർ ആയിട്ടായിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ലോ ഓഫ് പ്രാഗ്നൻസ്. വി ഐഡന്റിഫൈ ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് ഫോം പോസിബിൾ. പക്ഷെ നമ്മൾ വിത്ത് ടൈം നമ്മൾ അതിനെ കുറെ കൂടെ ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ദെൻ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു മേജർ കാര്യമാണ് കർട്ട് ലെവിന്റെ ഫീൽഡ് തിയറി അല്ലെങ്കിൽ ലൈഫ് സ്പേസ് തിയറി. എപ്പോഴും ചോദിക്കാറുണ്ട് ലൈഫ് സ്പേസ് തിയറി ആരാണ് മുമ്പോട്ട് വെച്ചത്. ഐ തിങ്ക് ഐ ഹാവ് ഓൾറെഡി ഡിസ്കസ് ദാറ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ PYQ സീരീസ് ഓർ വിത്തിൻ ദി കമ്മ്യൂണിറ്റി പോസ്റ്റ്. സോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇപ്പോൾ ക്വിസ് ഫോമിൽ അറ്റ്ലീസ്റ്റ് 5 questions a day ഇട്ട് വരികയാണ്. ചില ദിവസം it might not be possible to post the quiz, but എന്നെ കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഐ എം പോസ്റ്റിംഗ് ക്വിസസ്. അപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ യു ഗോ ടു മൈ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആൻഡ് ഡു ഓൾ ദ ക്വസ്റ്റ്യൻസ്. സോ ദാറ്റ് ഇസ് ഇൻ ഇറ്റ് സെൽഫ് ആൻ ആക്ടിവിറ്റി ഫോർ യു. നമ്മൾ അതിന്റെ കൂടെ പഠിക്കുകയും ചെയ്യാണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ആ ക്വിസിനകത്ത് കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ എക്സ്പ്ലനേഷനും കൂടെ കിട്ടുന്ന രീതിയിലാണ് ഞാൻ ആ ക്വിസ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ കർട്ട് ലെവിൻ എന്ന് പറയുന്നത് ഒരു ജസ്റ്റാൾ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ തിയറിയാണ് ലൈഫ് സ്പേസ് തിയറി അല്ലെങ്കിൽ ഫീൽഡ് തിയറി എന്നറിയപ്പെടുന്നത്. അതായത് ഒരാളുടെ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത് ആ പേഴ്സണും ആ പേഴ്സന്റെ എൻവയോൺമെന്റും ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ആസ് എ പേഴ്സൺ, ഞാനും എന്റെ മനസ്സിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു എൻവയോൺമെന്റും കൂടെ ചേർന്നാണ് ഒരു പേഴ്സന്റെ ലൈഫ് സ്പേസ് ഉണ്ടാവുന്നതെന്നാണ് കർട്ട് ലെവിൻ പറഞ്ഞിരിക്കുന്നത്. സോ ബിഹേവിയർ ബിയെ ഒരു ഫംഗ്ഷൻ ആക്കി എടുത്താൽ വി കൻ സേ ദാറ്റ് ബി ഇസ് ഫംഗ്ഷൻ ഓഫ് പി ആൻഡ് ഇ. അതിനകത്ത് ആ പേഴ്സണും വരുന്നുണ്ട്, പേഴ്സന്റെ എൻവയോൺമെന്റും വരുന്നുണ്ട്. സോ ബിഹേവിയർ ഇസ് ആക്ച്വലി ദ ഫംഗ്ഷൻ ഓഫ് ദ പേഴ്സൺ ആൻഡ് ഹിസ് എൻവയോൺമെന്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു ഇക്വേഷൻ തന്നിട്ട് ഇതേത് തിയറി, ലേണിംഗ് തിയറിയായിട്ട് ബേസ് ചെയ്തിരിക്കുന്നു എന്ന് ക്വസ്റ്റ്യൻ വരാം. സോ ഈ പർട്ടിക്കുലർ ഇക്വേഷൻ ഇസ് ബേസ്ഡ് ഓൺ കർട്ട് ലെവിൻസ് ഫീൽഡ് തിയറി. ഓക്കെ, ഇതിലെ കീ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദർ ഇസ് ലൈഫ് സ്പേസ്, അതായത് ഒരാളുടെ ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൂടെ ചേർന്നുള്ള ഒരു സർക്കിളിനെയാണ് ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് ബാലൻസ് അല്ലെങ്കിൽ അട്രാക്റ്റീവ്നെസ് ഓർ അവേർഷൻ ടു ഗോൾസ്. നമ്മുടെ ലൈഫിൽ ചില ഗോൾസിനോട് നമുക്ക് അങ്ങോട്ട് ചെന്ന് അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ട് അല്ലെ, ആ മോട്ടിവേഷനെയാണ് ബാലൻസ് എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് എ ഫോഴ്സ്. ചില ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ട്. അത് ചിലപ്പോൾ ഇൻട്രൻസിക് ആയിരിക്കാം, പുറമേ നിന്ന് ആരെങ്കിലും തള്ളുന്നതായിരിക്കാം. ദെൻ ദർ ഇസ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. ഐ തിങ്ക് ഐ ഹവ് ഓൾറെഡി ഡിസ്കസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾ ദീസ് മോട്ടിവേഷൻസ്. ഇപ്പം അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ മോട്ടിവേഷനിൽ നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ റിവാർഡോ അല്ലെങ്കിൽ അവാർഡോ എന്തോ കിട്ടാനിരിപ്പുണ്ട്. അപ്പൊ അതിനെയാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സന്തോഷത്തിന് വേണ്ടി, സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്നതിനാണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദർ ഇസ് എക്സ്റ്റേണൽ മോട്ടിവേഷൻ. അമ്മയോ അച്ഛനോ തള്ളി നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കില്ലേ, സോ ദാറ്റ് ഇസ് ആക്ച്വലി എക്സ്റ്റേണൽ മോട്ടിവേഷൻ. സോ ദെൻ ദർ ഇസ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ. എന്താണ് ലൈഫ് സ്പേസ് തിയറി എന്ന് വെച്ചാൽ, നമ്മുടെ ലേണറിന് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ മീൻസ് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി ആര് കൊടുക്കണം? ടീച്ചർ കൊടുക്കണം. ആൻഡ് ഷീ ഷുഡ് ഓൾസോ റെഡ്യൂസ് ദി ഇന്നർ കോൺഫ്ലിക്ട്സ്. ഒരാൾ ഒരു ഗോളിലേക്ക് കടക്കുമ്പോൾ ഒരുപാട്, ഇപ്പം IAS എഴുതാൻ പോകുന്നവർക്കൊക്കെ ഒരുപാട് മെന്റൽ കോൺഫ്ലിക്ട്സ് ഉണ്ട്. അതിനെ എപ്പോഴും നമുക്ക് അറ്റ് ബേ നിർത്തുന്നത് അവരുടെ കോച്ചുകളായിരിക്കാം, അല്ലെങ്കിൽ പ്രോബബ്ലി അവരുടെ ഫാമിലി ഹു ഹെൽപ്പ് ദം, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ വി ക്യാൻ പുഷ് അവർ സെൽസ് ഫോർവേഡ് ടുവേർഡ്സ് എ ഗോൾ. ഇതാണ് അതിന്റെ ഒരു ഡയഗ്രാം. സോ ദിസ് ഇസ് ദ ലൈഫ് സ്പേസ്. അതായത് ഒരാളും അയാളുടെ എൻവയോൺമെന്റുമാണ് നിങ്ങൾ ഈ ഒരു ഓവൽ ഷേപ്പിനകത്ത് കാണുന്നത്. ഇതിനകത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദിസ് ഇസ് ദ പേഴ്സൺ. ഇതാണ് ഞാനാണിത്, എന്റെ ഗോളാണ് ഇത്. അപ്പൊ സോ വെൻ എവർ ഐ എം ട്രൈയിങ് ടു ഗോ ടുവേർഡ്സ് മൈ ഗോൾ, ഞാൻ എന്റെ ഗോളിന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബാരിയർ ആ ഗോളിന്റെ എന്റെ ഇടയിൽ കാണും. ഇറ്റ് ക്യാൻ ബി ബേസിക്കലി മൈ മൈൻഡ് ബ്ലോക്ക്, എന്റെ ഇമോഷണൽ പ്രശ്നങ്ങളായിരിക്കാം, എന്റെ ഫിസിക്കൽ പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ബാരിയർ നമ്മൾ ഒരു ഗോളിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ്
നമ്മൾ മാത്രമല്ല, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ബാരിയർ മാത്രമല്ല, നമ്മൾ ആ ഗോളിന്റെ അടുത്തേക്ക് പോകുന്നതെന്ന് നമ്മളെ തടയാൻ വേണ്ടിയിട്ട് അപ്പുറത്തുനിന്നൊരു ഫോഴ്സും കൂടെ കാണും, ഒരു റിസ്ട്രെയിനിങ് ഫോഴ്സും കൂടെ കാണും. അപ്പം ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകാൻ നോക്കുമ്പോൾ നമ്മളെ ബാക്കിലോട്ട് അങ്ങോട്ട് തള്ളുന്ന, നമ്മൾ അങ്ങോട്ട് പോകാൻ നോക്കുമ്പോൾ ഇങ്ങോട്ട് തള്ളുന്ന ഒരുപാട് ഫോഴ്സസ് കാണും. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മളുടെ എൻവയോൺമെന്റും നമ്മളും നമ്മളെ ബാക്കിൽ നിന്ന് തള്ളാൻ, അല്ലെങ്കിൽ നമ്മളെ ബാക്കിൽ നിന്ന് തള്ളി നമ്മുടെ ഗോളിന്റെ അറ്റത്ത് വരെ എത്തിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ ടീച്ചേഴ്സോ നമ്മുടെ ഫാമിലിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ പേഴ്സൺ ഇസ് ഫൈനലി ഏബിൾ ടു അച്ചീവ് ദി ഗോൾ. ഇത്രേ ഉള്ളൂ ആ തിയറി. സോ ദിസ് ഇസ് കോൾഡ് കർട്സ് 11th ലൈഫ് സ്പേസ് തിയറി, സോ അല്ലെങ്കിൽ ഫീൽഡ് തിയറി. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ഡയഗ്രാം ഞാൻ നിങ്ങളെ കാണിച്ച കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഡയഗ്രാം ഒന്നും ചോദിച്ചു ക്വസ്റ്റ്യൻസ് വരില്ല. ബട്ട് ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക, എന്താണ് ഈ തിയറി എന്നും കൂടെ ഓർത്തിരിക്കുക. കാരണം ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പ്രോബ്ലംസ് വരുമ്പം നിങ്ങൾക്ക് ഫീൽഡ് തിയറിയെ പറ്റിയിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ വരുമ്പോൾ ഇറ്റ്സ് ഈസിയർ ഫോർ യു ടു പിക്ക് ട്രൂ ഓർ ഫാൾസ് പറയാൻ എളുപ്പമായിരിക്കും ഇഫ് യു നോ ദ ഹോൾ കോൺസെപ്റ്റ്. സോ നൗ വി ഗോ ഓൺ ടു കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി. സോ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിയിലേക്ക് വരുമ്പോൾ നമുക്ക് 3 ആൾക്കാരുടെ തിയറീസ് ആണ് പഠിക്കാനുള്ളത്. മീൻസ് കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി നമുക്ക് 2 പേരെ പഠിക്കാനുള്ളൂ, പിയാഷെ ആൻഡ് ജെറോം ബ്രൂണർ. ഇതിനകത്ത് നമ്മൾ മെന്റൽ പ്രോസസ്സിനെയാണ് മേജർ ആയിട്ട് ഫൗണ്ടേഷൻ ആയിട്ട് എടുക്കുന്നത്. അതായത് ഒരു കുട്ടിയുടെ തിങ്കിങ് എങ്ങനെയാണ്, മെമ്മറി എങ്ങനെയാണ്, അവരുടെ പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിയെ പറ്റി പറയുന്നത്. ഒരാള് അയാളുടെ മെമ്മറി അല്ലെങ്കിൽ അയാളുടെ തിങ്കിങ് അല്ലെങ്കിൽ അയാളുടെ പ്രോബ്ലം സോൾവിങ് ഇതെല്ലാം കൂടെ ചേർത്ത് കൊഗ്നിഷൻ എന്നുള്ള നമ്മുടെ ഒരു ടോട്ടൽ എബിലിറ്റി ടു തിങ്ക്, മെമ്മറി, പ്രോബ്ലം സോൾവിങ് ഇതെല്ലാം കൂടെ ചേർന്ന് കൊഗ്നിഷൻ എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇഫ് യു ആസ്ക് മീ വാട്ട് ഇസ് കൊഗ്നിഷൻ, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ മെന്റൽ പ്രോസസ്. ഇതെല്ലാം ഹാപ്പൻ ചെയ്യുന്ന ഒരു മെന്റൽ പ്രോസസ് ആണ്. അതെങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി പറയുന്നത്. സോ മെക്കാനിസം മറ്റൊന്നുമില്ല, നമ്മൾ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നു, സ്കീമ ഫോം ചെയ്യുന്നു. നമ്മുടെ പിയാഷെയുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ദർ ഇസ് അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രേഷൻ ആൻഡ് ഫൈനലി ദർ ഇസ് സ്കീമ വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് തോട്ട്. അതിനോടൊപ്പം നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള മറ്റൊന്നാണ് ഡിസ്കവറി ലേണിംഗ് ബൈ ബ്രൂണർ. സോ മേജറായിട്ട് പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ് അറിഞ്ഞിരിക്കണം. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഞാനിത് ഓൾറെഡി ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 ഫൗണ്ടേഷൻസ് ഓഫ് സൈക്കോളജിയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിയാഷെയുടെ തിയറി ഡിസ്കസ് ചെയ്തതാണ്. ബട്ട് ഞാനൊരു ക്വിക്ക് ബ്രഷപ്പ് നടത്താം. പിയാഷെ നമുക്ക് 4 സ്റ്റേജ് ഓഫ് ലേണിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു മറ്റൊരു കാര്യമാണ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് കൊഗ്നിഷൻ എന്ന് പറയുന്നത് സ്കീമയാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്കീമാസ് ഉണ്ട്. അത് നമ്മൾ ഓരോ ലേണിംഗ് സംഭവിക്കുമ്പോഴും ചിലപ്പോൾ പുതിയ സ്കീമാസ് ഉണ്ടാവും. അപ്പം നമ്മൾ സ്കീമാസ് വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ ഷേപ്പിൽ നമ്മുടെ കൊഗ്നിഷൻ ഫോം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അറിയാത്ത ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരിക എന്ന് വെച്ചു. നമ്മൾ ആസ് എ ചൈൽഡ് ഐ നോ വാട്ട് റെഡ് ഇസ് ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് പിങ്ക് ഇസ്. അപ്പൊ പെട്ടെന്ന് പിങ്ക് എന്നുള്ളൊരു കളർ കാണുമ്പോഴത്തേക്കും വാട്ട് ഐ ഡു ഇസ് ഐ കനോട്ട് ഡയറക്ട്ലി സേ ദറ്റ് ദിസ് ഇസ് പിങ്ക് ബിക്കോസ് ഐ ഡു നോട്ട് നോ ഇഫ് ഇറ്റ് ഇസ് പിങ്ക്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ അതിനെ റെഡുമായിട്ട് കോറിലേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് accommodation and assimilation. And then finally I understand that that is not red, it is pink, it is another color. Then I make a change in the shape of my cognition, where you are rearranging your schemas and taking in the new information that you have got. Then there is accommodation. And നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ we disequilibrate. നമുക്ക് എപ്പോഴും ആസ് എ person we always like to be in equilibrium. പക്ഷെ പുതിയൊരു ഇൻഫർമേഷനോ പുതിയൊരു ലേണിംഗ് പ്രോസസ്സോ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിസിക്ലിബ്രേറ്റഡ് ആവും. ആൻഡ് ആസ് ഹ്യൂമൻസ് വി ഡു നോട്ട് ലൈക്ക് ഡിസിക്ലിബ്രിയം, വി ലൈക്ക് ടു ബി ഇൻ ഇക്വിലിബ്രിയം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും ഇതെല്ലാം, അതായത് വാട്ട് എവർ വി ഡോണ്ട് നോ വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് മേക്ക് അവർ സെൽസ് ബാക്ക് ടു ഇക്വിലിബ്രിയം. ഇത്രയേ ഉള്ളൂ അതിന്റെ തിയറി. ഇനി ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ സ്റ്റേജസിൽ നിന്നാണ് ബേസിക്കലി. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ബട്ട് ലെറ്റ്സ് ഗോ വൺസ് അഗൈൻ. സെൻസറി മോട്ടോർ സ്റ്റേജ് കുട്ടി വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് വരുന്നതാണ്. അവിടെ വരുന്നതാണ് ഒബ്ജക്ട് പെർമനൻസി. ഒബ്ജക്ട് പെർമനൻസി എന്ന് പറയുന്ന സ്റ്റേജ് മറ്റൊന്നുമില്ല,
കുഞ്ഞായിരിക്കുമ്പോൾ, അതായത് ജനിച്ച് 2 വയസ്സ് വരെയാണ് സെൻസറി മോട്ടോ സ്റ്റേജ്. ആ സമയത്ത് ആ കുട്ടിയുടെ സെൻസസ് വെച്ചായിരിക്കും അത് ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പം അതിന്റെ ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് കാണിച്ചിട്ട് അതിനെ ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും, എന്റെ കൺമുമ്പിൽ നിന്ന് ആ ഒബ്ജക്റ്റ് പോയിട്ടുണ്ടെങ്കിലും ഇറ്റ് ഇസ് സ്റ്റിൽ ദെയർ എന്നതിന് മനസ്സിലാവുന്നതാണ് ഒബ്ജക്ട് പെർമനൻസി എന്ന് പറയും. നെക്സ്റ്റ് വൺ ഇസ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ആ സ്റ്റേജിൽ വരുന്ന മേജർ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഈഗോസെൻട്രിസം ആൻഡ് ആനിമിസം. ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ഞാൻ ചിന്തിക്കുന്ന പോലെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് എന്നുള്ളൊരു തോട്ട് പ്രോസസ് ആണ് ഈഗോസെൻട്രിസം ജീൻ പിയാഷെ പറഞ്ഞിരിക്കുന്ന പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണെങ്കിലും ഈഗോസെൻട്രിസം ക്യാൻ ഹാപ്പൻ ഇൻ എനി സ്റ്റേജസ് ഓഫ് യുവർ ലൈഫ്. നമുക്ക് ടീനേജിലൊക്കെ ഈഗോസെൻട്രിസം ഉണ്ടാവാറുണ്ട്. സോ ഈഗോസെൻട്രിസം ഹാപ്പൻസ് ഇൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? പിയാഷെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ ആയിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് എന്നുള്ള ഒരു തോട്ടാണ് ഈഗോസെൻട്രിസം. ആൻഡ് ആനിമിസം ഇസ് വെയർ ഈ നോൺ ലിവിങ് ഒബ്ജക്ട്സ്, അതായത് പാവ അതിനെയൊക്കെ വെച്ച് അതിന് ജീവനുള്ളതുപോലെ ആക്ട് ചെയ്ത് നമ്മൾ കളിക്കുന്നതിനെയാണ് ആനിമിസം എന്ന് പറയുന്നത്. ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ദർ ഇസ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ. അതായത് നമുക്ക് നമ്മളിപ്പോ ഒരു 10-15 ഐ വിൽ ടേക്ക് അനദർ എക്സാമ്പിൾ. നമ്മളൊരു 2 പാത്രം എടുക്കുന്നു. 2 പാത്രവും കണ്ടു കഴിഞ്ഞാൽ സിമിലർ അല്ല. ഒരു പാത്രം വളരെ ടോളാണ്, മറ്റേ പാത്രം വളരെ ചെറുതാണ്. ആൻഡ് യു ആർ പോറിങ് വാട്ടർ ഇൻ, പക്ഷെ വോളിയം കൂടുതൽ ചെറിയ പാത്രത്തിനാണെങ്കിൽ നമ്മുടെ ആസ് എ ചൈൽഡ് നമ്മുടെ ഒരു പോസിബിലിറ്റി ഇസ് ദാറ്റ് നമ്മൾ പറയും വലിയ നീളമുള്ള പാത്രത്തിലാണ് കുറെ വെള്ളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയും. ബട്ട് നീളമുള്ള പാത്രത്തിൽ വോളിയം കുറവാണ്, അകത്തോട്ടുള്ള വോളിയം കുറവാണ്. അപ്പം അങ്ങനെ നമുക്ക് 2 കാര്യങ്ങൾ കാണുമ്പോൾ അതിന്റെ ഒരു വോളിയമോ ഏരിയയോ അല്ലെങ്കിൽ നമ്പറോ ഒക്കെ പെട്ടെന്ന് പെർസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വി ആർ സെറ്റ് ടു ഹാവ് ലാക്ക് ഓഫ് കൺസർവേഷൻ. നമുക്ക് ഈ സെൻസറി മോട്ടോ സ്റ്റേജിലും പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലും ലാക്ക് ഓഫ് കൺസർവേഷൻ ആണുള്ളത്. നമുക്ക് അറിയില്ല 2 കാര്യങ്ങൾ കണ്ട അതിന്റെ ഏരിയയോ വോളിയമോ ഒന്നും കൃത്യമായിട്ട് പറയാൻ അറിയില്ല. പക്ഷെ അത് പറയാൻ അറിയാവുന്ന പീരീഡ് വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്, വേർ യു ആർ അവെയർ ഓഫ്. നമുക്ക് 2-3 പാത്രം തന്നിട്ട് ഇതിൽ ഏതിലാണ് ഹയസ്റ്റ് വോളിയം ചോദിച്ചാൽ വി ആർ ഏബിൾ ടു ഐഡന്റിഫൈ, ദെൻ യു ആർ സെറ്റ് ടു ഹാവ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ. And then there is a stage called formal operational stage where you have hypothetico-deductive stage എന്നാണ് അതിനെ വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ്. എന്താ സംഭവം എന്ന് വെച്ചാൽ വി ആർ ഏബിൾ ടു തിങ്ക് ഇൻ അബ്സ്ട്രാക്ട് ഫോംസ്. അപ്പം നമ്മൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് പലപ്പോഴും വളരെ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ്, അതായത് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് സ്കൂളിലൊക്കെ പഠിപ്പിച്ചു തുടങ്ങുന്നത്. സോ ദിസ് ഇസ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 13 വയസ്സ് ആൻഡ് എബൌവിലാണ് നമ്മൾ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ 8ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴാണ് കുട്ടിക്ക് കുറച്ചുകൂടെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ്, ആറ്റം, മോളിക്യൂൾസ് അങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് അക്കോർഡിംഗ് ടു പിയാഷെസ് ലേണിംഗ് തിയറി. നെക്സ്റ്റ് വൺ ഇസ് ബ്രൂണേഴ്സ് ഡിസ്കവറി മെത്തേഡ്. അതിനകത്തൊരു ഡിസ്കവറി ലേണിങ്ങിനകത്ത് 3 കാര്യങ്ങളാണ് വരുന്നത്: എനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക്. ഇനാക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുട്ടിയെ മൂവ്മെന്റ് അല്ലെങ്കിൽ ആക്ഷനിലൂടെയാണ് പഠിപ്പിക്കുന്നത്. കുട്ടിക്ക് ബുക്ക് വായിക്കാൻ കൊടുക്കുന്നു. ബുക്സിനകത്ത് പലപ്പോഴും തീരെ കുഞ്ഞു കുട്ടികളുടെ ഇനാക്റ്റീവ് സ്റ്റേജിൽ ബുക്സ് വായിക്കാൻ കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് കൂടുതൽ പടങ്ങളായിരിക്കും ഉള്ളത്. അതിനോടൊപ്പം ആ കഥ പറഞ്ഞു കൊടുക്കാൻ അമ്മയോ ടീച്ചറോ ഒക്കെ കാണും. എന്നിട്ട് അവരത് എനാക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇപ്പൊ ഒരു കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ആക്ഷൻ സോങ് കാണിക്കുമ്പോഴൊക്കെ നമ്മൾ വി ആർ എനാക്ടിങ് ദി ഹോൾ തിങ്. ഇനി ഐക്കോണിക് സ്റ്റേജിലേക്ക് വരുമ്പോൾ കുട്ടി കൂടുതലും ഇമേജസിലൂടെയാണ് പഠിക്കുന്നത്. ഇൻ ദ ഫസ്റ്റ് പ്ലേസ് നമ്മൾ ഇമേജും കാണിക്കുന്നുണ്ട്, അതിനോടൊപ്പം ആക്ഷനും ഉണ്ട്. ബട്ട് ഐക്കോണിക് സ്റ്റേജിലേക്ക് വരുമ്പോൾ കുട്ടി പിക്ചർ മാത്രം നോക്കി ആണ് പഠിക്കുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ സിംബോളിക് സ്റ്റേജ്, റീഡ് ഓർ റിസർച്ച്, അതായത് നമുക്ക് ആ സമയമാകുമ്പം വായിച്ച് അതിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ആരും നമുക്ക് പിക്ചേഴ്സ് കാണിക്കേണ്ട, ആരും നമുക്ക് എനാക്ട് ചെയ്തും കാണിക്കേണ്ട. നമുക്ക് കാര്യം വായിക്കുമ്പോൾ തന്നെ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് നമ്മുടെ മൈൻഡ്സിൽ വരുന്നതിനെയാണ് symbolic stage എന്ന് പറയും. സോ inactive to iconic to symbolic. നെക്സ്റ്റ് വൺ നമുക്ക് കൺസ്ട്രക്റ്റിവിസ്റ്റിക് വ്യൂ ആണ്. ഇതിനകത്ത് നമുക്ക് വൈഗോട്സ്കി, ബ്രൂണർ, പിയാഷെ ഉണ്ട്. അപ്പൊ 2പേരെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പൊ 3ാമത്തെ ആളാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഇസ് വൈഗോട്സ്കി. വൈഗോട്സ്കി ഇസ് എ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ, എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണ് വൈഗോട്സ്കിയുടെ സോഷ്യൽ ഇന്ററാക്ഷൻ തിയറി വഴി വന്ന ഒരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊരു
കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ് MKO, മോർ നോളജബിൾ അതർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഒന്നുമില്ല, നമുക്കൊരു കുട്ടിക്ക് സ്വന്തം കഴിവില് നേടിയെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. Then there is a zone where actually the technology or a more knowledgeable person can actually help the student to reach a better, higher potential. And then after the zone of proximal development, വേറൊരു സ്ഥലമുണ്ട് beyond the child's reach. ആ കുട്ടിക്ക് ഇനിയിപ്പം ഹെൽപ്പോട് കൂടിയും എത്താൻ പറ്റാത്ത ഒരു പൊട്ടൻഷ്യൽ കാണും. അപ്പൊ അങ്ങനെ ഒരു 3 സോൺസ് ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞ കാര്യമാണ് സോഷ്യൽ ഇന്ററാക്ഷൻ. നമ്മൾ ക്ലാസ്സിൽ എപ്പോഴും ഇറ്റ് ഈസ് ഓൾവേസ് ബെസ്റ്റ് വെൻ സ്റ്റുഡൻസ് ഡിസ്കസ് തിങ്സ് ആൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആക്ടിവിറ്റിയിലൂടെ മനസ്സിലാക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നു. ഇൻ ദാറ്റ് വേ ദ ചൈൽഡ് ഓൾസോ സോഷ്യലൈസസ്. അപ്പൊ ഇതിനെയാണ് സോഷ്യൽ ഇന്ററാക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം അദ്ദേഹത്തിന് ലാംഗ്വേജിൽ ഒരു പെർട്ടിക്കുലർ തിയറി ഉണ്ട് വിച്ച് സേസ് ദാറ്റ് ലാംഗ്വേജിലൂടെയാണ് നമ്മൾ സൊസൈറ്റിനെ മനസ്സിലാക്കുന്നതും സൊസൈറ്റൽ ഇന്ററാക്ഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് ലാംഗ്വേജ് സ്കിൽസ് ആണ്. അപ്പൊ ലാംഗ്വേജ് സ്കിൽസ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അതായത് ഇന്റർ സ്റ്റുഡന്റ് കമ്മ്യൂണിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ദെൻ ദ ചൈൽഡ് ഗെറ്റ്സ് മോർ സോഷ്യലൈസ്. സോഷ്യൽ ഇന്ററാക്ഷൻ വഴി സോഷ്യൽ നോംസിനെ പറ്റി മനസ്സിലാക്കും, നമ്മുടെ കൾച്ചറിനെ പറ്റി മനസ്സിലാക്കും, ട്രഡീഷൻസിനെയും ബിലീഫ്സിനെയും പറ്റി മനസ്സിലാക്കും. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെസ്റ്റ് ഫോർ ദ ടീച്ചർ ടു ഇൻക്ലൂഡ് ഒരു ലാംഗ്വേജ് ബേസ്ഡ് ആക്ടിവിറ്റി ഇൻ ദ ക്ലാസ്. കുട്ടികളെ കൊണ്ട് ഡിസ്കസ് ചെയ്യിപ്പിക്കുക ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. സോ നൗ വി കം ടു ക്ലാസ് റൂം ലേണിംഗ് അപ്രോച്ചസ്. അതിൽ ആദ്യം തന്നെ വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ച തിയറി അനുസരിച്ച് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, സ്കഫോൾഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വൈഗോട്സ്കിയാണ് മുമ്പോട്ട് വെച്ചത്. സ്കഫോൾഡിങ് വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലെ? മോർ നോളജബിൾ അതേഴ്സ് ആണ് നമ്മളെ സ്കഫോൾഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ലാംഗ്വേജിനും സോഷ്യൽ ഇന്ററാക്ഷനും ക്ലാസ് റൂമിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് വൈഗോട്സ്കി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു ഫേമസ് കോട്ടാണിത്, ലേണിംഗ് പ്രൊസീഡ്സ് ഡെവലപ്മെന്റ്. അതായത് ആദ്യം നമ്മൾ ലേൺ ചെയ്തതിന് ശേഷം മാത്രം, മീൻസ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം, നമ്മൾ ആദ്യം ആസ് എ പേഴ്സൺ ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ലേണിംഗ് വരുന്നുള്ളൂ. പ്രിസീഡ്സ് ആണ്. ലേണിംഗ് നടന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്, വിച്ച് ഇസ് ഇൻ ഒപ്പോസിഷൻ ടു പിയാഷെ ഒപ്പോസ് ചെയ്താണ് അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. സോ ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ടു കീപ്പ് ഇൻ മൈൻഡ്. നമ്മൾ ലേൺ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ ദ ക്ലാസ് റൂം അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ, സ്റ്റുഡൻസ് ഷുഡ് ഹാവ് കൊളാബറേറ്റീവ് ലേണിംഗ്, ഗ്രൂപ്പ് പ്രോജക്ട്സ്, പിയർ ട്യൂട്ടറിംഗ്. ഈ വഴിയെ കുട്ടികൾ എന്ത് ചെയ്യുള്ളൂ, പരസ്പരം ഡിസ്കസ് ചെയ്യുകയും ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുകയും അതുവഴി സൊസൈറ്റീനെ മനസ്സിലാക്കുകയും ചെയ്യുള്ളൂ. ആൻഡ് ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ, നോട്ട് ജസ്റ്റ് കണ്ടന്റ് ഡെലിവറർ. ടീച്ചർ എന്ത് ചെയ്യണം, ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കണം. അക്കോർഡിംഗ് ടു ZPD, ടീച്ചർ ഷുഡ് ബി ഏബിൾ ടു ഹെൽപ്പ് സ്റ്റുഡൻസ് റീച്ച് ദെയർ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അതുപോലെ എൻകറേജ് ലാംഗ്വേജ്, ക്വസ്റ്റനിങ്, കൾച്ചറൽ ടൂൾസ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിയെ കൊണ്ട് യൂസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ക്ലാസ് റൂം എന്നാണ് പറയുന്നത്. അടുത്തത് പിയാഷെയുടെ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. മറ്റൊന്നുമില്ല, കുട്ടി തന്നെ എന്ത് ചെയ്യണം, ലേണിംഗ് ഇനിഷ്യേറ്റ് ചെയ്യണം. അവര് തന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള ലേണിംഗ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതായത് ആക്ടിവിറ്റീസിലൂടെ, ആക്റ്റീവ് ഡിസ്കവറി ആക്ടിവിറ്റീസിലൂടെ. അത് മാത്രമല്ല, സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്സിനെ കൺസിഡർ ചെയ്ത് വേണം നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കാൻ. ഇപ്പോൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഇരിക്കുന്ന ഒരാൾക്ക് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലെ ഒരു കണ്ടന്റ് കൊടുത്തിട്ട് ഒരു ആക്ടിവിറ്റി കൊടുത്താൽ കുട്ടിക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ ക്ലാസ് റൂമിൽ ആക്ടിവിറ്റീസ് കൊടുക്കാൻ. അതേസമയം വളരെ ആക്റ്റീവായിട്ട് കുട്ടി തന്നെ കുട്ടിയുടെ എന്ത് ചെയ്യണം, നോളജ് കൺസ്ട്രക്ട് ചെയ്യണം. ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്, അതുപോലെ മാച്ച് ടാസ്ക് വിത്ത് ഡെവലപ്മെന്റൽ സ്റ്റേജ്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ. അതുപോലെ എക്സ്പ്ലോറേഷൻ ആൻഡ് അലൗ മിസ്റ്റേക്സ്. കുട്ടി തെറ്റിലൂടെ എന്ത് ചെയ്യണം, ശരിയായ കാര്യം പഠിച്ചെടുക്കണം. സോ പിയാഷെയുടെ ഒരു ഫേമസ് വാക്യമാണ് ചിൽഡ്രൻ ആർ ലിറ്റിൽ സയന്റിസ്റ്റ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഗാഗ്നയുടെ കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് ആണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാഗ്നയുടെ നമ്മൾ 9 steps ഓഫ് ലേണിംഗ് പഠിക്കുന്നതാണ്. അതിനോടൊപ്പം 9 events ഓഫ് ഇൻസ്ട്രക്ഷൻസും കൂടെ ഉണ്ട്. സോ ലേണിംഗ് ഔട്ട്കംസ് ആൻഡ് ഹൗ ടു സീക്വൻസ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഗാഗ്നയുടെ
കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് പറയുന്നത്. നമുക്ക് 9 ഇവന്റ്സ് ആണ് നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷനിൽ നടക്കേണ്ടത്. അതായത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ 9 കാര്യങ്ങളാണ് ആ ക്ലാസ്സിലൂടെ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ കുട്ടികളുടെ അറ്റൻഷൻ ഗെയിൻ ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കുട്ടികളോട് പറയണം നമ്മൾ ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത്. ഇൻഫോം ലേണേഴ്സ് അബൌട്ട് ദി ഒബ്ജക്റ്റീവ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് കുട്ടിയുടെ അടുത്ത് പറയാം. സ്റ്റെപ്പ് 3 ഇസ് വെയർ യു സ്റ്റിമുലേറ്റ് റീകോൾ ഓഫ് പ്രയർ ലേണിംഗ്. അതായത് നമ്മൾ നേരത്തെ കുട്ടി എന്താ പഠിച്ചത് അപ്പൊ അതുമായിട്ട് അതിനെ ഒന്ന് റീകോൾ ചെയ്യുകയും ഒന്ന് റിവൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 4 ഇസ് പ്രസന്റ് ദി കണ്ടന്റ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആദ്യം നെക്സ്റ്റ് പ്രസന്റ് ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 5 ഇസ് പ്രൊവൈഡ് ഗൈഡൻസ്. ആ പഠിപ്പിച്ച കണ്ടന്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അപ്പൊ ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് ഒരു ഗൈഡൻസ് കൊടുക്കുക. ദെൻ എലിസിറ്റ് പെർഫോമൻസ്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു കുട്ടി ക്വിസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ കൊടുത്ത് കുട്ടികളുടെ പെർഫോമൻസ് പുറത്ത് കൊണ്ടുവരിക ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ that you have discussed. Then step 7 is provide feedback. ആ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി അവർ ചെയ്തതിനെ ബേസ് ചെയ്ത് അവർക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കുക. ദെൻ സ്റ്റെപ്പ് 8 ഇസ് അസസ് ദെയർ പെർഫോമൻസ്. ആ ഫീഡ്ബാക്ക് ബേസ് ചെയ്തിട്ട് മൊത്തത്തെ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു പെർഫോമൻസ് അസസ് ചെയ്യുക. ആൻഡ് ഫൈനലി സ്റ്റെപ്പ് 9 ഇസ് എൻഹാൻസ് റിട്ടൻഷൻ ആൻഡ് ട്രാൻസ്ഫർ. അതായത് ആ കുട്ടികൾ ആ പഠിച്ച കാര്യം റിട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ ഹോംവർക്കോ അല്ലെങ്കിൽ മേ ബി നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറയോ അല്ലെങ്കിൽ ഒരു ക്ലാസ് ടെസ്റ്റ് ഇടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അപ്പം ഈ 9 കാര്യങ്ങളാണ് നമ്മളൊരു ഇൻസ്ട്രക്ഷനിൽ ഫോളോ ചെയ്യേണ്ടത്, വിച്ച് ഇസ് ഗാഗ്നേസ് 9 ഇവന്റ്സ് ഓഫ് instruction ഓർത്തിരിക്കാം. Then there is 5 categories of learning that Gagne has suggested: verbal learning, intellectual learning, motor learning, attitude learning and strategy learning. അങ്ങനെ 3 രീതിയിലുള്ള കാറ്റഗറീസ് ഓഫ് 5 രീതിയിലുള്ള കാറ്റഗറീസ് ഓഫ് ലേണിംഗും ഗാഗ്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു ഗാഗ്നെ ക്ലാസ് റൂം അപ്രോച്ചിൽ എന്താ വേണ്ടത്, ആദ്യം കുട്ടികളെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക, ദെൻ ക്ലിയർ ആയിട്ട് ഒബ്ജക്റ്റീവ് പറയാം, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കൊടുക്കുക, റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക, ആൻഡ് ഫൈനലി എൻഹാൻസ് ദ റിട്ടൻഷൻ. ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആണ് നെക്സ്റ്റ് ഗാഗ്നെ സജസ്റ്റ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും ഇതിന്റെ സീക്വൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ സിമ്പിൾ ടു കോംപ്ലക്സ് ആയിരിക്കണം നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുന്ന രീതി. അതർവൈസ് ദെൻ ദർ ഇസ് നോ സ്ട്രോങ് ബിൽഡിംഗ് ഓഫ് ഫൗണ്ടേഷൻ. നമ്മൾ ആദ്യമേ കയറി വളരെ ടഫായിട്ടുള്ള ഒരു കാര്യം പഠിപ്പിച്ചാൽ ചിലപ്പോൾ കുട്ടിക്ക് ആ സബ്ജക്റ്റിൽ നല്ലൊരു ഫൗണ്ടേഷൻ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. സോ ദിസ് ഇസ് വാട്ട് ഹിസ് ഹൈറാർക്കി ഇസ്, ഹൈറാർക്കി ഓഫ് ലേണിംഗ് ബൈ ഗാഗ്നെ. ആദ്യം നമ്മൾ സിഗ്നൽ ലേണിംഗ്, then stimulus response learning, chaining, verbal association, multiple discrimination, concept learning, rule learning or principle learning, and finally problem solving. ഇങ്ങനെ 1 2 3 4 5 6 8 സ്റ്റെപ്സ് ആണ് ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ ഗാഗ്നെ പറഞ്ഞത്. നെക്സ്റ്റ് വൺ ബ്രൂണറിന്റെ ഡിസ്കവറി ലേണിംഗ് ആണ്. ബ്രൂണറിന്റെ നമ്മൾ തിയറി പഠിച്ചതാണ്. അതിനകത്ത് നിന്ന് ഇനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടിയെ പഠിപ്പിക്കുന്നത്. ബ്രൂണറിന്റെ മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ഒരു കോൺസെപ്റ്റ് ആണ് സ്പൈറൽ കരിക്കുലം എന്നുള്ളത്. അദ്ദേഹമാണ് അത് മുമ്പോട്ട് വെച്ചത്. ആൻഡ് ഹി സെഡ് ദാറ്റ് ലേണിംഗ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എൻക്വയറി ആൻഡ് സെൽഫ് ഡിസ്കവറി. കുട്ടി തന്നെയാണ് ലേണിംഗ് പോസിബിൾ ആക്കേണ്ടത് ഫോർ ഹിസ് ഓർ ഹെർ ഓൺ സേക്ക്. സോ പ്രോബ്ലം സോൾവിംഗ് ബേസ്ഡ് ടാസ്കുകളാണ് ക്ലാസ് റൂമിൽ കൊടുക്കേണ്ടത്. അതുപോലെ സ്റ്റാർട്ട് ഫ്രം സിമ്പിൾ ആൻഡ് റീവിസിറ്റ് ടോപ്പിക്സ് വിത്ത് കോംപ്ലക്സിറ്റി. അതായത് നമ്മൾ വെൻ വി ഗോ അപ്പ് ദി ലാഡർ, ഇപ്പം 1ാം ക്ലാസ് മുതൽ 10ൽ പോകുമ്പോൾ സ്പൈറൽ കരിക്കുലം അനുസരിച്ച് ഇപ്പം ഞാൻ 1ലും വളരെ സിമ്പിൾ ആയിട്ടൊരു കോൺസെപ്റ്റ് പറയും, 2ലും അതേ കോൺസെപ്റ്റ് തന്നെ കുറച്ചുകൂടി ഡീപ്പർ ആയിട്ട് പറയും. അങ്ങനെ 10ാം ക്ലാസ് വരെയും ആ സെയിം ടോപ്പിക്കിൽ നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. 10 ആകുമ്പോഴത്തേക്ക് യു ഹാവ് എ മോർ വെരി highly detailed understanding of the topic. Complexity increases across. ഇങ്ങനെയാണ് സ്പൈറൽ കരിക്കുലം പോകുന്നത്. ഈ സ്പൈറലിന്റെ മുകളിലോട്ട് പോകുന്തോറും കോംപ്ലക്സിറ്റി ഓഫ് ദ ടോപ്പിക് ഇൻക്രീസസ്. എല്ലാ ക്ലാസ്സിലും ആ സെയിം ടോപ്പിക് പറഞ്ഞു പോകുന്നുണ്ടായിരിക്കും. എൻകറേജ് സ്റ്റുഡൻസ് ടു ഫോർമുലേറ്റ് ദെയർ ഓൺ ക്വസ്റ്റ്യൻസ്. അവരുടെ ക്വസ്റ്റ്യൻസ് അവരോട് തന്നെ ഫോർമുലേറ്റ് ചെയ്യാൻ പറയാം. സോ ദീസ് ആർ വാട്ട് ഇസ് അറ്റാച്ച്ഡ് വിത്ത് ബ്രൂണേഴ്സ് ഡിസ്കവറി ലേണിംഗ്. ഇനി നമുക്ക് അദ്ദേഹം പറഞ്ഞൊരു മേജർ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ്. എനി സബ്ജക്ട് ക്യാൻ ബി ടോട്ട് ടു എനി വൺ ഇൻ സം ഇന്റലക്ച്വലി ഓണസ്റ്റ് ഫോം ഓഫ് എ ചൈൽഡ് അറ്റ് എനി സ്റ്റേജ്. ഒരു കുട്ടിക്ക് ഏതൊരു കോംപ്ലക്സ് ടോപ്പിക്കും ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, ആ കുട്ടിയുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്.
സോ നെക്സ്റ്റ് വൺ അസിബിൾ. അസിബിൾ ആണ് മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് മുമ്പോട്ട് വെക്കുന്നത്. അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡലും മുമ്പോട്ട് വെച്ചത് അസിബിൾ ആണ്. വി ഡിസ്കസ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ഐ തിങ്ക്. ആൻഡ് സംസംഷൻ തിയറി അദ്ദേഹമാണ് മുമ്പോട്ട് വെക്കുന്നത്. അതായത് ന്യൂ ഇൻഫർമേഷൻ മസ്റ്റ് ലിങ്ക് ടു വാട്ട് എവർ ദ ലേണർ ഓൾറെഡി നോസ്. നമ്മൾ ക്ലാസ്സിൽ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് അല്ലെ. നമ്മൾ ഓൾറെഡി അറിയാവുന്ന ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്താണ് നെക്സ്റ്റ് ടോപ്പിക്ക് പോകുന്നതെങ്കിൽ പഴയ ടോപ്പിക് ഒന്ന് റീവിസിറ്റ് ചെയ്തിട്ട് മാത്രമേ പുതിയ ടോപ്പിക്കിലേക്ക് പോവുള്ളൂ. നമ്മൾ ക്ലാസ് റൂമിനകത്ത് ചാർട്ട്സ് യൂസ് ചെയ്യണം, കോൺസെപ്റ്റ് മാപ്പ്, സമ്മറീസ് ബിഫോർ ലെസൺസ് കൊടുക്കണം എന്നാണ് അസുബൽ പറഞ്ഞിരിക്കുന്നത്. സച്ച് ദാറ്റ് ആ കുട്ടിക്ക് ഒരു ഐഡിയ ഉണ്ടാവണം നമ്മൾ ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത്, ഏത് രീതിയിലാണ് പഠിക്കാൻ പോകുന്നത്. ദെൻ ദർ ഷുഡ് ബി എ ക്ലിയർ സ്ട്രക്ചർ ലിങ്കിങ് ന്യൂ നോളജ് ടു പ്രയർ നോളജ്. പ്രയർ നോളജും ന്യൂ നോളജും തമ്മിൽ കൃത്യമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിരിക്കണം. ദെൻ അസുബലിന്റെ ഒരു ഫേമസ് കോട്ടാണ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിംഗിൾ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ഇസ് വാട്ട് ദ ലേണർ ഓൾറെഡി നോസ്. ലേണറിന് എന്ത് ഓൾറെഡി അറിയാം എന്നുള്ളതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ലേണിംഗ് എന്നാണ് അസുബൽ പറഞ്ഞത്. നെക്സ്റ്റ് ഇസ് ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഇത് ഞാൻ പിന്നെയും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും ബിഎഡുകാരാണ്. ബട്ട് അഗൈൻ കോഗ്നിറ്റീവ് സ്കിൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹൈറാർക്കിയാണ് ബ്ലൂം പറഞ്ഞത്. നമുക്ക് ആക്ച്വലി 3 ഡൊമൈൻസ് ഉണ്ട്, കോഗ്നിറ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ ആൻഡ് എഫക്റ്റീവ് ഡൊമൈൻ. ആ 3 ഡൊമൈൻസിലും ഏത് ഡൊമൈനാണ് ബ്ലൂം ടാക്സോണമി ഉണ്ടാക്കിയിരിക്കുന്നത്? കോഗ്നിറ്റീവ് ഡൊമൈനിലാണ്. അതിൽ അദ്ദേഹത്തിന്റെ ടാക്സോണമിയിലുള്ള ആക്ച്വലി ദിസ് ഇസ് നോട്ട് റിമെമ്പർ അണ്ടർസ്റ്റാൻഡിങ്. ബ്ലൂം ഉണ്ടാക്കിയ ടാക്സോണമിയിൽ നമുക്കറിയാം നോളേജ്, കോംപ്രിഹെൻഷൻ അങ്ങനെയാണ് പോകുന്നത്. ആൻഡ് ഓൾസോ ഏറ്റവും ഹയസ്റ്റ് ടോപ്പ് ഓർഡറിൽ വരുന്നത് ഇവാലുവേറ്റ് ആണ്, അതിന്റെ താഴെയാണ് സിന്തസിസ് വരുന്നത്. ഇപ്പം നമ്മൾ ഈ പഠിക്കുന്നത് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയാണ്. അത് ആൻഡർസൺ ആൻഡ് കർട്ട്വാൾ ആണ് റിവൈസ് ബ്ലൂം ടാക്സോണമി മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അതിലാണ് ഇങ്ങനെയാണ് സ്റ്റേജസ് പോകുന്നത്: റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ് ആൻഡ് ക്രിയേറ്റ്. ബിഫോർ ബ്ലൂമിന്റെ ടാക്സോണമിയിൽ ക്രിയേറ്റ് വാസ് കോൾഡ് സിന്തസിസ് ആൻഡ് ഇറ്റ് വാസ് ബിഫോർ ഇവാലുവേറ്റ്. അത് ഓർത്തിരിക്കാം. ദെൻ ഇത് നമ്മൾ എന്തിനാണ് ബ്ലൂംസ് ടാക്സോണമി പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ്. നമ്മൾ ആ ടാക്സോണമി ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലേണിംഗ് ഔട്ട്കംസ് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെ, നമ്മുടെ മറ്റേ ലെസൺ പ്ലാനിലൊക്കെ. ഇപ്പൊ ലെസൺ പ്ലാനിൽ നമ്മൾ ഇത് ബേസ് ചെയ്ത് ലേണിംഗ് ഔട്ട്കംസ് സ്റ്റേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് ഈസിയർ ഫോർ അസ് ടു ഇവാലുവേറ്റ്. ആ കുട്ടി ഈ ഏത് സ്റ്റേജ് ഓഫ് ലേണിംഗിൽ എത്തി എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സോ ക്ലാസ് റൂം അപ്രോച്ചിൽ ഡിസൈൻ ക്വസ്റ്റ്യൻസ് ആൻഡ് ആക്ടിവിറ്റീസ് അക്രോസ് ഓൾ ദീസ് ലെവൽസ്. ഈ ലെവൽസിൽ പല ലെവലിലും നമ്മൾ എന്ത് ചെയ്യണം? ആക്ടിവിറ്റീസ് കൊടുക്കണം. അപ്പം ദെൻ വി അണ്ടർസ്റ്റാൻഡ് കുട്ടി ഏത് ലെവൽ ഓഫ് തിങ്കിങ്ങിലാണുള്ളത്. എംഫസൈസ് ഹയർ ഓർഡർ തിങ്കിങ്. ഈ അണ്ടർസ്റ്റാൻഡിൽ തന്നെ എപ്പോഴും കിടക്കാതെ യു ഷുഡ് ഗോ ടു ഹയർ ഓർഡർ തിങ്കിങ്. ക്രിയേറ്റ് ലെവലിലൊക്കെ വന്ന് നമ്മൾ ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോൾ കുട്ടി എത്ര ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നോ അത്രയും മാസ്റ്ററി ആ കുട്ടിക്ക് ആ കണ്ടന്റിലുണ്ട് എന്നാണ് അർത്ഥം. യൂസ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെന്റ് ടു ഗോജ് പ്രോഗ്രസ്. അതായത് നമ്മൾ ഈ ക്വിസ് ആക്ടിവിറ്റീസ് എല്ലാം വെച്ചിട്ട് കുട്ടി ഇതിൽ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് അസസ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഈ പിരമിഡ് ഓർത്തിരിക്കുക. ഈ പിരമിഡിന്റെ ഓരോന്നിന്റെയും സബ് കാറ്റഗറീസും കൂടെ ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സബ് കാറ്റഗറീസ് ചോദിച്ചിട്ട് ഇത് ഏത് ലെവൽ ഓഫ് ബ്ലൂംസ് ടാക്സോണമി ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ബ്ലൂംസ് ടാക്സോണമി എന്ന് പറഞ്ഞാൽ പോലും റിവൈസ് ബ്ലൂം ആണ് ചോദിക്കുന്നത്. സോ റിവൈസ് ബ്ലൂമിൽ ഏത് ലെവലുമായിട്ട് ബേസ് ചെയ്താണ് ഈ സബ് കാറ്റഗറീസ് ഇരിക്കുന്നതെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ബി ഷുവർ ഓഫ് ദാറ്റ്. ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സബ് കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചിട്ട് സബ് കാറ്റഗറി ചോദിച്ചിട്ട് ഇത് ഏത് ലെവൽ ഓഫ് ബ്ലൂംസ് ടാക്സോണമി ആണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. സോ യു പ്ലീസ് ഗോ ത്രൂ ദിസ് പെർട്ടിക്കുലർ സ്ലൈഡ്. നെക്സ്റ്റ് നമുക്ക് ബ്ലൂംസ് ടാക്സോണമി മാത്രം നോക്കിയാൽ പോരാ, ബിക്കോസ് ദാറ്റ് ഇസ് ഓൺലി ഫോർ കോഗ്നിറ്റീവ് ഡയമെൻഷൻ. നൗ വി ഹാവ് ടു ഓൾസോ ലുക്ക് അറ്റ് ദി അതർ ടു taxonomies, one for psychomotor domain and the other one for affective domain. So psychomotor domain വേണ്ടിയിട്ട് ടാക്സോണമി ഉണ്ടാക്കിയത് RH ഡേവ് ആണ്. അതേസമയം ഡേവിഡ് ക്രാത്ത്വാൾ ആണ് അഫക്റ്റീവ് ഡൊമൈനു വേണ്ടിയിട്ടുള്ള ടാക്സോണമി ഉണ്ടാക്കിയത്. സോ സൈക്കോമോട്ടോർ ഡൊമൈനിൽ ആദ്യം വരുന്നത് ഇമിറ്റേഷൻ, ദെൻ മാനിപ്പുലേഷൻ, പ്രിസിഷൻ, ആർട്ടിക്കുലേഷൻ ആൻഡ് ഫൈനലി നാച്ചുറലൈസേഷൻ. ഇനി അഫക്റ്റീവ് ഡൊമൈനിലാണെങ്കിലോ റിസീവിംഗ് ഫിനോമിന, റെസ്പോണ്ടിങ് ടു ദി ഫിനോമിന, വാല്യൂവിങ് ഇറ്റ്, ഓർഗനൈസിങ് ഇറ്റ് ആൻഡ് ഇന്റേണലൈസേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇന്റേണലൈസേഷൻ ഇവിടെ ഇന്റേണലൈസിങ് വാല്യൂസ് എന്നാണ്. യു ക്യാൻ ഓൾസോ ഹാവ് ക്യാരക്ടറൈസിങ് ഓഫ് വാല്യൂസ്. ക്യാരക്ടറൈസിങ് ഓഫ് വാല്യൂസ്. സോ അങ്ങനെയാണ് ഞാൻ യൂഷ്വലി കണ്ടുവന്നിട്ടുള്ളത്. ഈ പെർട്ടിക്കുലർ ഇമേജിൽ ഇന്റേണലൈസിങ് കൊടുത്തിരിക്കുന്നത്.
Okay, so if you ask me, there are 6 subdomains in Bloom's taxonomy, 5 in psychomotor domain and 5 in affective domain. So that's it. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. എസ്പെഷ്യലി ദി ഹയസ്റ്റ് ഓർഡർ ഓഫ് സൈക്കോമോട്ടർ ഡൊമെയിൻ ആസ് വെൽ ആസ് അഫക്റ്റീവ് ഡൊമെയിൻ ചോദിച്ച് കാണാറാണ്. നൗ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ലേണിംഗ് തിയറീസിന്റെ ആപ്ലിക്കേഷൻ ക്ലാസ് റൂമിൽ എവിടെയൊക്കെയാണ് വരുന്നത്, നമുക്കിത് വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം, വളരെ ചുരുക്കിയും പോവാം. നിങ്ങൾക്ക് സെറ്റിനെ സംബന്ധിച്ച് കാര്യം അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണം, അല്ലാതെ നമുക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് എഴുതി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ മാസ്റ്ററി ലേണിംഗ് എന്ന് പറയുന്നത് ബെഞ്ചമിൻ ബ്ലൂം കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ് മാസ്റ്ററി ലേണിംഗ്. ഡിസ്കവറി ലേണിംഗ് ആരാ കൊണ്ടുവന്നത്? ബ്രൂണർ ആണ്. ഓക്കെ, അപ്പൊ ബെഞ്ചമിൻ ബ്ലൂം ആണ് മാസ്റ്ററി ലേണിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ബിഹേവിയറിസവും കോഗ്നിറ്റീവിസവും രണ്ടും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മാസ്റ്ററി ലേണിംഗ്. സോ ലേണിംഗ് broken into units. Students achieve mastery before moving on and personalized spacing. ഒന്നുമില്ല, മാസ്റ്ററി ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ കണ്ടന്റ് കാണും, അതിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് കുട്ടി കുട്ടി പീസസ് ആക്കും. ഓരോ പീസും ഒരു പീസ് പഠിച്ചാലേ അടുത്ത പീസ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം ഓരോ പീസസിലും കുട്ടി മാസ്റ്ററി അറ്റൈൻ ചെയ്തതിന് ശേഷമേ അടുത്ത ഇതിലോട്ട് പോവുള്ളൂ. ഫൈനലി എല്ലാം പഠിച്ചു വരുമ്പോൾ കുട്ടി ആ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് മാസ്റ്റർ ചെയ്ത് വെച്ചേക്കും. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ആരാണ് കൊണ്ടുവന്നത്? സ്കിന്നറിന്റെ തിയറിയാണ്. നമ്മൾ പഠിച്ചു ഓപ്പറന്റ് കണ്ടീഷനിങ് ബിഹേവിയറിസത്തിലാണ് വരുന്നത്. നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള റിവാർഡ്സ് ഉണ്ട്? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, പണിഷ്മെന്റും ഉണ്ട്. റീഇൻഫോഴ്സ്മെന്റിനകത്ത് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നല്ലൊരു ബിഹേവിയർ, നമ്മൾ ഉദ്ദേശിക്കുന്ന ബിഹേവിയറിനോട് അടുത്ത് വരികയാണെങ്കിൽ വി ഗിവ് എ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ബിഹേവിയർ പോലെ അല്ലെങ്കിൽ വി ഗിവ് എ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് വിച്ച് ഇസ് ആ കുട്ടിയുടെ കയ്യിലുള്ള എന്തെങ്കിലും നമ്മൾ സീസ് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില അച്ഛനും അമ്മമാരും ചെയ്യാറുണ്ട്, വൈഫൈ ഓഫ് ചെയ്തിടും. അപ്പൊ അവർക്കുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യും? എടുത്തു മാറ്റുമ്പോഴാണ് അതിനെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. പണിഷ്മെന്റ് ഇസ് വെയർ യു ആർ കോസിങ് പെയിൻ ഓർ ട്രോമ. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ദെൻ ദർ ഇസ് സിറ്റുവേറ്റഡ് ലേണിംഗ്. സിറ്റുവേറ്റഡ് ലേണിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വൈഗോട്സ്കി ആണ്. കൺസ്ട്രക്റ്റിവിസം ആൻഡ് സോഷ്യൽ ലേണിംഗിനകത്താണ് സിറ്റുവേറ്റഡ് ലേണിംഗ് വരുന്നത്. ലേണിംഗ് ഹാപ്പൻസ് ബെസ്റ്റ് ഇൻ ഒത്തന്റിക് റിയൽ വേൾഡ് കോണ്ടെക്സ്റ്റ് കമ്മ്യൂണിറ്റീസ് ഓഫ് പ്രാക്ടീസ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോപ്പർ ലേണിംഗ് നടക്കണമെങ്കിൽ അതിന്റെ റിയൽ വേൾഡ് കോണ്ടെക്സ്റ്റിൽ പോയി തന്നെ അത് പഠിക്കണം എന്നാണ് സിറ്റുവേറ്റഡ് ലേണിംഗ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് അങ്ങനെ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എടുത്തു പറയാൻ പറ്റില്ലെങ്കിലും ബ്രൂണറും വൈഗോട്സ്കിയും വെർ ടു വെരി സ്ട്രോങ് പ്രൊപ്പോണൻസ് ഓഫ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. അത് കൺസ്ട്രക്റ്റിവിസത്തിനകത്താണ് വരുന്നത്. അതായത് സ്റ്റുഡൻസ് ലേൺ ബൈ സോൾവിംഗ് പ്രോബ്ലം, റിയൽ വേൾഡ് പ്രോബ്ലംസ്, ആൻഡ് ടീച്ചർ ഇസ് എ ഫെസിലിറ്റേറ്റർ. ടീച്ചർ എന്ത് ചെയ്യുന്നു? കുട്ടിയെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു ടു ലേൺ ബെസ്റ്റ്. നെക്സ്റ്റ് വൺ ഇസ് ബിൽഡിംഗ് ഓൺ സ്റ്റുഡൻസ് തിങ്കിങ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് മുമ്പോട്ട് വയ്ക്കുന്നത് പിയാഷെ ആൻഡ് വൈഗോട്സ്കിയാണ് കൺസ്ട്രക്റ്റിവിസത്തിൽ. അതായത് നമ്മുടെ പ്രയർ നോളജിനെ ആക്ടിവേറ്റ് ചെയ്യാം. കോഗ്നിറ്റീവ് കോൺഫ്ലിക്ട് പ്രൊമോട്ട്സ് ഡീപ്പർ ലേണിംഗ്. അതായത് ഓൾറെഡി കുട്ടിക്ക് അറിയാവുന്ന കാര്യം ചോദിക്കുക, കൂടുതൽ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ അടുത്ത് സ്വന്തമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറയാം. കുട്ടി ഇങ്ങനെ ചോദ്യം ജനറേറ്റ് ചെയ്യുമ്പോൾ കുട്ടി ബിക്കംസ് ആക്റ്റീവ് ഇൻ ദെയർ ലേണിംഗ്. ഓ, എനിക്കിത് അറിയാമോ, അപ്പൊ ഇതെങ്ങനെ അങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വഴി കുട്ടിക്ക് ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും അത് നികത്താൻ വേണ്ടി കുട്ടി എന്ത് ചെയ്യും? ശ്രമിക്കുകയും കുറെ കൂടെ ആക്റ്റീവായിട്ട് പഠിക്കുകയും ചെയ്യുന്നതാണ് ബിൽഡിംഗ് ഓൺ സ്റ്റുഡൻസ് തിങ്കിങ് എന്നുള്ള കോൺസെപ്റ്റ് പറയും. നെക്സ്റ്റ് വൺ ഇസ് ആക്ടിവിറ്റി ആൻഡ് കൺസ്ട്രക്ടിങ് നോളജ്. അത് പിയാഷെയും ബ്രൂണറും ആണ് മുമ്പോട്ട് വെക്കുന്നത് കൺസ്ട്രക്റ്റിവിസത്തിൽ. ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്, എക്സ്പ്ലോറേഷൻ, പ്രോജക്ട്സ് ഒക്കെ കൊടുത്താൽ കുട്ടി കുറച്ചുകൂടെ ഭംഗിയായിട്ട് എന്ത് ചെയ്യും? നോളജ് കൺസ്ട്രക്ട് ചെയ്യും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അതിനകത്ത് വരുന്നത്. പിന്നെ സ്കെഫോൾഡിംഗ് എന്നുള്ള കോൺസെപ്റ്റ് മുമ്പോട്ട് വെക്കുന്നത് വൈഗോട്സ്കിയാണ് സോഷ്യോ കൾച്ചറൽ തിയറിയിൽ. അതായത് നമുക്കൊരു ടീച്ചറിനോ നമ്മുടെ ഒരു ഫ്രണ്ടിനോ നമ്മളെക്കാളും വിവരമുള്ള മറ്റൊരാൾ, മോർ നോളജബിൾ അതറോ വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലേണിങ്ങിനെ അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നാണ്. നെക്സ്റ്റ് വൺ ഇസ് അസിസ്റ്റഡ് ലേണിംഗ്. അസിസ്റ്റഡ് ലേണിംഗും വൈഗോട്സ്കി തന്നെ മുമ്പോട്ട് വെച്ചതാണ്. വിച്ച് സേസ് ദാറ്റ് നമുക്ക് ഒരു ടീച്ചറോ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ വിവരമുള്ളതോ ഉള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിനകത്തുള്ള ലേണിംഗ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും, നമ്മളെ അവിടെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടെങ്കിൽ. നെക്സ്റ്റ് ഇസ് കോൺസെപ്റ്റ് ലേണിംഗ്. കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത് അസുബലും ഗാഗ്നെയും മുമ്പോട്ട് വയ്ക്കുന്ന കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിയുടെ അടി വരുന്ന കാര്യമാണ്. ഓർഗനൈസിങ് ഐഡിയാസ് ത്രൂ ഹൈറാർക്കീസ്, കോൺസെപ്റ്റ് മാപ്സ്, ലിങ്കിങ്. ഈ കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത് അസുബലും ഗാഗ്നെയും മാത്രമല്ല പറഞ്ഞത്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഒന്നും ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി പറഞ്ഞിട്ടില്ല. ബട്ട് അസുബലിന്റെയും ഗാഗ്നയുടെയും തിയറീസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. സോ അതുമായിട്ട് ക്ലോസ് ആയിട്ടാണ് കോൺസെപ്റ്റ് ലേണിംഗ് ഇരിക്കുന്നത്. അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊന്നുമില്ല, നമ്മൾ നമ്മുടെ കുട്ടിക്കുള്ള പ്രയർ നോളജ് പുതിയ നോളജുമായിട്ട് കണക്ട് ചെയ്യണം. അതിനോടൊപ്പം
നമ്മൾ കുട്ടി കുട്ടി സ്റ്റെപ്സ് ആയിട്ട് വേണം കുട്ടിയെ പഠിപ്പിച്ചു പോകാൻ. പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായ എലൂസിഡേഷൻ ക്ലാസ്സിന് മുമ്പ് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് കോൺസെപ്റ്റിലാണ്. നെക്സ്റ്റ് വൺ ഇസ് സെറ്റിംഗ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. അത് നമുക്കറിയാം, നമ്മൾ ബ്ലൂമിനെ ബേസ് ചെയ്തിട്ടാണ് എന്താണ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം ഗാഗ്നയുടെ ഇൻസ്ട്രക്ഷൻ 9 ഫോംസ് ഓഫ് 9 ഇവന്റ്സ് ഇൻ ഇൻസ്ട്രക്ഷൻ കൂടെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിലെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് സെറ്റ് ചെയ്യുന്നത് യൂസിങ് ബ്ലൂംസ് ടാക്സോണമി 11. സോ ഓരോ തിയറീസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രാറ്റജീസ് ഞാൻ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് ഇവിടെ പറയാം. ബിഹേവിയറിസം എന്ന് പറയുന്നതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നതാണ് മാസ്റ്ററി ലേണിംഗും റീഇൻഫോഴ്സ്മെന്റും. മാസ്റ്ററി ലേണിംഗ് കംസ് അണ്ടർ നമ്മുടെ തോണ്ടേക്ക് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് കംസ് അണ്ടർ സ്കിന്നർ. നെക്സ്റ്റ് വൺ ഇസ് കൊഗ്നിറ്റിവിസം. മെന്റൽ പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. കോൺസെപ്റ്റ് ലേണിംഗും ഒബ്ജക്റ്റീവ് ബേസ്ഡ് ലേണിംഗ്, അതായത് ലേണിംഗ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ്ങും എന്തിന്റെ അടി വരുന്നു, കൊഗ്നിറ്റിവിസത്തിന്റെ അടി വരുന്നു. നെക്സ്റ്റ് ഇസ് കൺസ്ട്രക്റ്റിവിസം, അതായത് കുട്ടി തന്നെ ആക്റ്റീവായിട്ട് നോളജ് കൺസ്ട്രക്ട് ചെയ്യണം. അതിന്റെ അടിയിൽ വരുന്നതാണ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, സ്കാഫോൾഡിങ്, അതുപോലെ സിറ്റുവേഷൻ ലേണിംഗ്. നമ്മൾ ആ സിറ്റുവേഷനിൽ പോയി റിയൽ ലൈഫ് വേൾഡ് സിറ്റുവേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോൺസെപ്റ്റ്സ് പഠിക്കാം. സോ നെക്സ്റ്റ് ഇസ് another very important model called Atkin and Shiffrin's 3-stage model of memory. 1968 ഈ മെമ്മറി വരുന്നത്. ആറ്റ്കിനും ഷിഫ്രിനും പറഞ്ഞിരിക്കുന്നത് നമുക്ക് 3 ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ടെന്നാണ്. സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. അതായത് നമുക്ക് ചില കാര്യങ്ങൾ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടല്ലേ. ചില ടെക്സ്റ്റേർഡ് പ്ലേസസ് പിടിക്കുമ്പോൾ നമുക്ക് തൊടുന്നതിന് മുമ്പേ ഒരു പെർസെപ്ഷൻ കാണും, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ബിക്കോസ് നമ്മുടെ സെൻസറി മെമ്മറിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഇരുന്നത് എന്നുള്ളത് നമ്മുടെ സെൻസസ് കൃത്യമായിട്ട് ഓർത്തിരിപ്പുണ്ട്. അതിനെയാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. ദെൻ ദർ ഷോർട്ട് ടേം മെമ്മറി. നമ്മൾ ചില ക്ലാസ്സിൽ ഇരിക്കുമ്പം നമുക്ക് വളരെ ഇൻട്രസ്റ്റോടെ ഒക്കെ ആയിരിക്കും നമ്മൾ കേൾക്കുന്നത്, അതൊക്കെ നമ്മുടെ തലയിലും കാണും, പക്ഷെ 2 ദിവസം കഴിഞ്ഞ് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടായിരിക്കും. സോ ദാറ്റ് ഇസ് ഷോർട്ട് ടേം മെമ്മറി. അറ്റ് ദ സെയിം ടൈം ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, നമ്മുടെ വീട് എവിടെയാണ് എന്നൊക്കെ ഉള്ളത് ഇനിയിപ്പം നമ്മൾ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ആ മെമ്മറി. ഇറ്റ് ഇസ് എ ലോങ് ടേം മെമ്മറി. അതുപോലെ ഇപ്പം വെള്ളം ചൂടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഷോർട്ട് ടേം മെമ്മറി അല്ല, ഒരു ലോങ് ടേം മെമ്മറിയാണ്. നമ്മളുടെ അടുത്ത് ഇനി ഏത് ഉറക്കത്തെ വിളിച്ച് ചോദിച്ചാലും നമ്മൾ ചാടി എണീറ്റ് കൃത്യമായിട്ട് അതിന്റെ സ്റ്റെപ്സ് പറയും. സോ ദാറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ആർ ലോങ് ടേം മെമ്മറി. സോ ഇൻഫർമേഷൻ ഫ്ലോസ് ലീനിയർലി ഫ്രം വൺ ടു അനദർ. ആദ്യം നമ്മൾ ഇൻഫർമേഷൻ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ അത് നമ്മുടെ സെൻസറി മെമ്മറിയിലാണ് പോകുന്നത്. ദെൻ ദാറ്റ് വിൽ കം ടു ദി ഷോർട്ട് ടേം മെമ്മറി. ആൻഡ് ഷോർട്ട് ടേം മെമ്മറിയിൽ ഒരുപാട് നാൾ അത് റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ദെൻ ഇറ്റ് ഗോസ് ടു ദി ലോങ് ടേം മെമ്മറി. സോ സെൻസറി മെമ്മറിക്കകത്ത് നമ്മുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0.5 to 2 seconds ആണ് നമുക്ക് സെൻസറി മെമ്മറിയിൽ ഡ്യൂറേഷൻ ഉള്ളത്. കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ലാർജ് ആണ്. ഹോൾ സെൻസറി ഇൻപുട്സ്, വിഷ്വൽ സെൻസറി ഇൻപുട്ട്, ഓഡിറ്ററി, നമ്മൾ കാണുന്നത് കേൾക്കുന്നതൊക്കെ പ്രോസസ് ചെയ്ത് നമ്മുടെ മനസ്സിൽ 0.5 to 2 seconds വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ആ മെമ്മറിയിൽ. ദെൻ അങ്ങനെ 2 ടൈപ്പ് ഓഫ് മെമ്മറിയാണ് സെൻസറി മെമ്മറിക്കകത്തുള്ളത്. ഐക്കോണിക് മെമ്മറി വിച്ച് ഇസ് വിഷ്വൽ ദാറ്റ് ലാസ്റ്റ് almost close to 0.3 seconds, and there is echoic memory which is auditory memory that lasts is 3-4 seconds. നമ്മൾ ചില കാര്യങ്ങൾ വേണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ഈ കേൾക്കുമ്പോൾ തന്നെ അറിയാമോ ഈ പറയുന്നതൊക്കെ ചവറ, ഇതൊന്നും നമ്മുടെ തലയിൽ സ്റ്റോർ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പൊ ആ കേട്ട കാര്യങ്ങൾ ഒരു 3-4 സെക്കൻഡ് നമ്മുടെ ചെവിയിലുണ്ട്, then it goes away. Then that is called as short term memory, that means sensory memory. Then there is transfer to short term memory if it requires attention. നമ്മൾ ചില കാര്യങ്ങൾ ഇയാൾ പറഞ്ഞ എന്തോ കാര്യമുണ്ടല്ലേ, അപ്പം അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് കളയാം എന്ന് പറഞ്ഞ് കുറച്ചു നേരം ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി മനസ്സിലാലോചിക്കുന്നതിനാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഷോർട്ട് ടേം മെമ്മറിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 15 to 30 seconds ആണ്. 15 to 30 seconds നമ്മുടെ മൈൻഡിൽ നിൽക്കും. നമുക്കൊരു 7 plus or minus 2 items, അതായത് 9 items or 5 items or മാക്സിമം നമുക്ക് കപ്പാസിറ്റിയിൽ വെക്കാൻ പറ്റും ഷോർട്ട് ടേം മെമ്മറി. മില്ലേഴ്സ് ലോ എന്നാണ് പറയുന്നത്. ഹോൾസ് കറണ്ട് ഓർ കോൺഷ്യസ് ഇൻഫർമേഷൻ ടെമ്പററി ആയിട്ട് നമുക്ക് കോൺഷ്യസ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റും. മെയിൻലി അക്കോസ്റ്റിക് ബേസ്ഡ്, സൗണ്ട് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മനസ്സിൽ എൻകോഡ് ചെയ്യുന്നത് ഈ ഷോർട്ട് ടേം മെമ്മറിയിലെ കാര്യങ്ങളെല്ലാം. ഇനി ഷോർട്ട് ടേം മെമ്മറിയിൽ ഒരുപാട് നേരം നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളത് റിഹേഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ബാക്ക് ടു ബാക്ക് നമുക്ക് താല്പര്യമില്ലാത്തൊരു ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഫൈനലി ഇറ്റ് ഗോസ് ടു ദി ലോങ് ടേം മെമ്മറി. ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേമിലേക്ക് പോകണമെങ്കിൽ വി നീഡ് എ ലോട്ട് ഓഫ് റെപ്പറ്റീഷൻ. ദെൻ ദർ ഇസ് ലോങ് ടേം മെമ്മറി, അതായത് ലൈഫ് ലോങ് നമ്മുടെ മനസ്സിലുണ്ടാവും.
ആൻഡ് കപ്പാസിറ്റി ഓഫ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ഷോർട്ട് ടേം മെമ്മറി 4 to 7 +or-2 ഐറ്റംസ് ആണെങ്കിൽ ലോങ് ടേം മെമ്മറി അൺലിമിറ്റഡ് ഐറ്റംസ് ആണ്. സ്റ്റോർസ് ഓൾ ലേൺഡ് മീനിങ് and consolidated information. നമുക്ക് വേണമെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ പോകും. സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് സംതിങ് ഫ്രം ദിസ് പെർട്ടിക്കുലർ സ്ലൈഡ് ദറ്റ് if you want to have things in your mind for a long time, നമ്മൾ എന്ത് ചെയ്യണം? we should keep on repeating and practicing. അപ്പം നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും നോട്ട്സ് വായിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ അത് നമ്മുടെ ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേമിലേക്ക് പോകുള്ളൂ. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 15 മുതൽ 30 സെക്കൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ പാട്ടിനും പോകും. നെക്സ്റ്റ് വൺ, അത് മെയിൻലി സെമാൻറ്റിക് ആണ്, വിച്ച് മീൻസ് മീനിങ് ബേസ്ഡ് ആണ്. നമ്മൾ എന്തെങ്കിലും കേട്ടു, അത് കുറെ ശബ്ദമായിട്ട് തലയിൽ നിൽക്കുന്നതെങ്കിൽ അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകില്ല. ആ ശബ്ദത്തിന്റെ മീനിങ് എന്താണെന്ന് നമ്മൾ തന്നെ ഇരുന്ന് ആലോചിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് ഒരു ഇൻഫർമേഷനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊണ്ടുപോകാൻ സാധിക്കും. പ്രോസസ് ഇൻവോൾവ് എന്ന് പറയുന്നത് അറ്റൻഷൻ, നല്ല അറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെൻസറി മെമ്മറിയിൽ നിന്നും ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് ഇൻഫർമേഷനെ പാസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓൺലി ഇഫ് ദർ ഇസ് കണ്ടിന്യൂസ് റിഹേഴ്സൽ, നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിലുള്ള കാര്യങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്താൽ മാത്രമേ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ലോങ് ടേം മെമ്മറിയിലേക്ക് വിടാൻ പറ്റൂ. ആൻഡ് റിട്രൈവൽ ഇസ് വെൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ലോങ് ടേം മെമ്മറി നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിലോട്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ എക്സസൈസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഗ്രാബിംഗ് ടെക്നിക്സ് ടു മൂവ് ടു STM. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നല്ല അറ്റൻഷനോടുകൂടി ക്ലാസ് ഇരിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. ഒൺലി ദെൻ അവരുടെ സെൻസറി മെമ്മറിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് വരുള്ളൂ. അവരെ റിവൈസ് ചെയ്യാൻ സഹായിക്കുക, ബാക്ക് ടു ബാക്ക് റിവൈസ് ചെയ്യണം. അതുപോലെ നിമോണിക്സ്, ചില കാര്യങ്ങൾ നമ്മൾ ഒരു ഷോർട്ട് ഫോംസ് ഉണ്ടല്ലോ, ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A for ആപ്പിൾ, B for ball, C for cat എന്ന്. ഇപ്പൊ ആപ്പിൾ ബോൾ ക്യാറ്റ് എന്ന് ഓർത്ത് വെക്കുന്നതിന് വരെ ഞാൻ ABC എന്ന് ഓർത്ത് വെക്കുന്നതിനാണ് നിമോണിക്സ് എന്ന് പറയുന്നത്. സോ നിമോണിക്സ്, ദെൻ മീനിങ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അറിയാലോ, ലോങ് ടേം മെമ്മറിയിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് ഒരാൾ സംസാരിച്ച സൗണ്ട് മാത്രം പോരാ, ആ സൗണ്ടിന്റെ ഇൻഫർമേഷൻ ക്യാപ്ചർ ചെയ്ത് ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് ലോങ് ടേമിലേക്ക് വിടാൻ പറ്റൂ. ആൻഡ് റിട്രീവൽ ടെക്നിക്സ്, നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യം പെട്ടെന്ന് നമുക്ക് ഷോർട്ട് ടേം മെമ്മറിയിലോട്ട് വലിച്ചെടുക്കാനുള്ള ഒരു റിട്രീവൽ ടെക്നിക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ that is all about Atkin and Shiffrin's model. I think there's a question about this that was asked in SET പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻ എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. യു ക്യാൻ ഗോ ദർ ആൻഡ് പ്രാക്ടീസ് ഫോർ യുവർ സെൽഫ്. ഇനി നമുക്ക് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കാനുള്ളത്. ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് നത്തിങ് ബട്ട് ഒരു കുട്ടിയുടെ പേഴ്സണൽ ട്രേറ്റ്സിനെ പറ്റിയിട്ടാണ്. സോ ഹെറിഡിറ്ററി, നമ്മൾ എങ്ങനെയാണ്, നമുക്ക് ചില ഇൻബോൺ ട്രേറ്റ്സ് ഉണ്ട് അല്ലെ, ഫിസിക്കൽ എബിലിറ്റീസ്, നമ്മുടെ പൊക്കം, നമ്മുടെ ഹൈറ്റ്, നമ്മുടെ വെയിറ്റ്, നമ്മുടെ ചില ഇന്റലക്ച്വൽ പൊട്ടൻഷ്യൽസ് എല്ലാം നമ്മുടെ ഫാമിലിയെ ബേസ് ചെയ്തിരിക്കും. സോ ഹെറിഡിറ്ററി ഹാസ് എ റോൾ ടു പ്ലേ ഇൻ എ ചൈൽഡ്സ് ഒരു ലേണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ. ദെൻ ദർ ഇസ് പേഴ്സണാലിറ്റി. നമ്മൾ പേഴ്സണാലിറ്റി പഠിക്കുന്നതാണ് നമ്മുടെ BEdന്റെ സമയത്ത്. ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും, നമ്മൾ ബോഡി ടൈപ്സ് പഠിച്ചു, നമ്മൾ ട്രേറ്റ്സ് പഠിച്ചു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു എൻഡ്യൂറിങ് ട്രേറ്റ്സ് ഉണ്ട്, ഇൻട്രോവേർഷൻ, റെസിലിയൻസ്, അതൊക്കെ എന്താണ്, പിന്നെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ, ഇതൊക്കെ ചില പേഴ്സണാലിറ്റിയുടെ ട്രേറ്റ്സുകളാണ്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ലേണേഴ്സിനെ എന്ത് ചെയ്യാം, ക്യാരക്ടറൈസ് ചെയ്യാം. ദെൻ ദർ ഇസ് ഇന്റലിജൻസ്. ചില കുട്ടികളെ നമ്മൾ പല രീതിയിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെ. ചിലർക്ക് കണ്ടുപഠിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് കേട്ട് പഠിക്കാനായിരിക്കും ഇഷ്ടം. അപ്പൊ അങ്ങനെയുള്ള ലേണേഴ്സിനെ എല്ലാത്തിനെയും കേറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു ടീച്ചറിനെ സംബന്ധിച്ച് ഒരു മേജർ ടാസ്ക് എന്ന് പറയുന്നത്. അതുപോലെ കുട്ടികളുടെ IQ ബേസ് ചെയ്തിട്ട് ചില കുട്ടികൾക്ക് IQ വളരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടി വരും. അതുപോലെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, നമുക്കറിയാം നമ്മൾ ഡിഫറെന്റ് ലെവൽസ് ഓഫ് സൊസൈറ്റിയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പൊ അവരെ അതിനനുസരിച്ച് കൺസിഡർ ചെയ്യുകയും അവർക്ക് ഒരുപാട് നല്ല ആസ്പിറേഷൻസ് ഉണ്ടാക്കി കൊടുക്കാനും ആസ് ടീച്ചേഴ്സ് വി ഷുഡ് ബി ഏബിൾ ടു ഡു ദാറ്റ്. നെക്സ്റ്റ് വൺ, കൾച്ചർ. നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ചെല്ലുമ്പം ഒരു സ്കൂളിൽ പോസ്റ്റിംഗ് ചെയ്ത് ചെല്ലുമ്പോൾ ആ ലൊക്കാലിറ്റിയിലെ കൾച്ചർ ഡസ് മാറ്റർ ഇൻ ദ സ്റ്റുഡൻസ്. അപ്പൊ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് വേണം ക്ലാസ് എടുക്കാൻ. അതുപോലെ ജെൻഡർ, നമുക്കറിയാം ഒരുപാട് സോഷ്യൽ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ചുറ്റും ചിലയിടത്ത് സ്റ്റിൽ ദേ ഡോണ്ട് പ്രിഫർ ഗേൾസ് ടു ഗോ ടു സ്കൂൾ. അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് മണി ആയിട്ടാണ് ചിലർ കാണുന്നത്. സോ ഇറ്റ് ഇസ് ഇൻ അവർ ഹാൻഡ്സ് ടു മേക്ക് ദ പാരന്റ്സ് അവെയർ ദറ്റ് നോ, നമ്മൾ പഠിക്കുക എന്നൊരു ഇസ് എ ജെൻഡർ ന്യൂട്രൽ തിങ്. എവറിബഡി ഹാസ് ടു സ്റ്റഡി ആൻഡ് ഹാവ് സം സ്പെസിഫിക് എമൗണ്ട് ഓഫ് ലേണിംഗ്.
എന്തായാലും എക്സ്പീരിയൻസ്, ചില കുട്ടികൾക്ക് ഒരുപാട് പ്രയർ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് കാണും. അവർ ഒരുപാട് എന്താണ് ട്രാവലൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികളായിരിക്കും. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളെ നമ്മൾ കൺസ്ട്രക്റ്റിവിസം വെച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ, അവരുടെ പഴയ ലേണിംഗ് എക്സ്പീരിയൻസുമായിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ സാധിക്കും. ദെൻ ആസ് എ ടീച്ചർ വി ഷുഡ് ഓൾവേസ് ഗിവ് മോട്ടിവേഷൻ. കുട്ടികൾക്ക് ചിലപ്പോൾ ചില ഇന്റേണൽ മോട്ടിവേഷൻ കാണും, പിന്നെ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ കാണും. ഞാൻ പഠിച്ച് ക്ലാസ്സിൽ ഫസ്റ്റ് ആവുന്നു എന്നൊക്കെ ഉള്ളൊരു ഇത്. ബട്ട് as teachers we should also give them some external motivation. Then goal orientedness. കുട്ടികൾ ചിലപ്പോൾ മാസ്റ്ററി ഗോൾസ് അല്ലെങ്കിൽ പെർഫോമൻസ് ഗോൾസ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ഗോൾസ് ഉണ്ട്. വൺ ഇസ് ലേണിംഗ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്, വേർ ദി അതർ വൺ ഇസ് ജസ്റ്റ് ഫോർ ഗ്രേഡ്സ് ആൻഡ് അപ്രൂവൽ. അപ്പം മാസ്റ്ററി ഗോൾസിലേക്ക് വേണം നമ്മൾ എപ്പോഴും കുട്ടിയെ എന്ത് ചെയ്യാൻ, പ്രോത്സാഹിപ്പിക്കാൻ. ഈ പെർഫോമൻസ് ഗോൾസ് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് കിട്ടാൻ വേണ്ടി മാത്രം. അപ്പം അങ്ങനെ ഗ്രേഡ് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഈ പഠിച്ച എല്ലാം മറന്നു പോകുന്ന കുട്ടികളുണ്ട്. അപ്പം വി ഷുഡ് ഓൾവേസ് പ്രൊമോട്ട് മാസ്റ്ററി ഗോൾസ്. ആൻഡ് ദെൻ ദർ ആർ ഡിഫറെന്റ് കോഗ്നിറ്റീവ് സ്റ്റൈൽസ് അല്ലെ, പല രീതിയിലുള്ള കോഗ്നിറ്റീവ് ലേണേഴ്സ് ഉണ്ട്. അപ്പം അവര് ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിരിക്കും ഓരോ കുട്ടിയും. അപ്പൊ നമ്മൾ അവരെ കൺസിഡർ ചെയ്ത് വേണം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ. കോഗ്നിറ്റീവ് സ്റ്റൈൽസ് 2 പ്രാവശ്യം വന്നു കേട്ടോ. സോ യു ഡോണ്ട് നീഡ് ദിസ്. ദെൻ ലേണിംഗ് സ്റ്റൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രിഫറൻസ് ഇൻ റിസീവിങ് ആൻഡ് പ്രോസസ്സിങ് ഇൻഫർമേഷൻ. പല കുട്ടികൾക്കും പല രീതിയിലായിരിക്കും താല്പര്യം പഠിക്കാൻ. ചിലർക്ക് പുസ്തകം നോക്കി വായിച്ച് പഠിക്കാനായിരിക്കും ഇഷ്ടം, ചിലർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് എന്ത് ചെയ്യും കാണുകയും വേണം, കേൾക്കുകയും വേണം, ഒന്ന് തൊട്ടൊക്കെ നോക്കി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണ്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേണേഴ്സ് അക്കോർഡിംഗ് ടു ഗാർഡ്നേഴ്സ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറീസ്, അവരെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് വൺ, ഒരു ക്ലാസ് റൂമിൽ ലേണിംഗ് എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഒരു ക്ലാസ് റൂം ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ അറ്റ്മോസ്ഫിയർ ഓഫ് ദ ക്ലാസ് റൂം ഇസ് കോൾഡ് ആസ് ക്ലാസ് റൂം ക്ലൈമറ്റ്. സോ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും നമുക്ക് MSQ ആയിട്ട് വന്നു കഴിയുമ്പോൾ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പ്രോബ്ലം ആയിട്ട് വന്നു കഴിയുമ്പോൾ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ബി വെരി കെയർഫുൾ, മേക്ക് ക്ലിയർ നോട്ട്സ്. പോസിറ്റീവ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ കുട്ടികളായാലും ടീച്ചറായാലും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട്ഫുൾനെസ് ഉണ്ടാവും, ഓപ്പൺനെസ് ഉണ്ടാവും, മോട്ടിവേഷൻ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു ക്ലാസ് റൂമാണ് പോസിറ്റീവ് ക്ലൈമറ്റ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് എ നെഗറ്റീവ് ക്ലൈമറ്റ് ക്ലാസ് റൂം. കുട്ടികൾക്ക് ടീച്ചറിന് പേടിയായിരിക്കും, ചില കുട്ടികൾ പാസീവ് ആയിട്ടായിരിക്കും ലേൺ ചെയ്യുന്നത്, ഒരു താല്പര്യം ഇല്ലാതിരിക്കുന്നവരായിരിക്കും, ഡിസെൻഗേജ്ഡ് ആയിരിക്കും, എനിക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ താല്പര്യമേ ഇല്ല, ബിക്കോസ് ദേ ആർ വെരി മച്ച് ഡീമോട്ടിവേറ്റഡ്. അങ്ങനെയുള്ള ഒരു ക്ലാസ് റൂം ക്ലൈമറ്റ് ഹാസ് എ നെഗറ്റീവ് ക്ലാസ് റൂം climate. Actually, classroom climate is shaped by the teacher's behavior, interaction, classroom rules and inclusivity. Classroom എത്ര ഓപ്പൺ ആണ്, ബാക്കിയുള്ള കുട്ടികളെ എല്ലാം റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ക്ലാസ് റൂം ആണ്, ടീച്ചറിന്റെ ബിഹേവിയർ നല്ലതാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമാണ് ക്ലാസ് റൂം ക്ലൈമറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കുന്നത്. സോ ഒരു വാം സ്ട്രക്ചർഡ് ക്ലാസ് റൂം ഷോസ് ബെറ്റർ അക്കാഡമിക് ആൻഡ് ഇമോഷണൽ ഔട്ട്കംസ്. നല്ല ക്ലാസ് റൂം ആണെങ്കിൽ മാത്രമേ, പോസിറ്റീവ് ക്ലൈമറ്റുള്ള ക്ലാസ് റൂമിൽ മാത്രമേ കുട്ടികൾ മോട്ടിവേറ്റഡ് ആയിരിക്കുള്ളൂ പഠിക്കാൻ. അതുപോലെ ഹോം എൻവയോൺമെന്റ്, നമുക്കറിയാം നമ്മുടെ വീടുകൾ സ്കൂളുകളെക്കാളും വലിയ ഒരു പാർട്ട് വഹിക്കുന്നുണ്ട് ഒരു കുട്ടിയുടെ ലൈഫിൽ. സോ ഹോം ഇൻഫ്ലുവൻസസ് ആക്ച്വലി ഇൻഫ്ലുവൻസ് ഏർലി ലേണിംഗ് ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, ഡിസിപ്ലിൻ, ആസ്പിറേഷൻ. ഇപ്പൊ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടികൾ obviously they lag behind in studies, and their attitude towards study would also be different. So parental support, resources, educational background, socio-economic backgrounds, ഇതെല്ലാം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഹോം എൻവയോൺമെന്റിൽ. സോ എൻറിച്ച്ഡ് എൻവയോൺമെന്റ്സ് വേർ ദർ ഇസ് ബുക്സ്, ഡിസ്കഷൻ, എൻകറേജ്മെന്റ്, കുട്ടികളുടെ ക്യൂരിയോസിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പാരന്റ്സ് വർക്ക് ചെയ്യുന്ന ഒരു വീട്ടില് കുട്ടി വിൽ ബി ഓബ്വിയസ്ലി മോർ ബെറ്റർ ഇൻ ലേണിംഗ്. സോ ഫസ്റ്റ് സ്കൂൾ ഇസ് ഹോം ആൻഡ് ദ ഫസ്റ്റ് ടീച്ചർ ഇസ് പാരന്റ് എന്നാണ് ഹോം എൻവയോൺമെന്റിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ മേജർ ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്. ടീച്ചേഴ്സ് പേഴ്സണാലിറ്റിയെ സംബന്ധിച്ച് ടീച്ചർ ഒരു മോഡലും ആയിരിക്കണം, ടീച്ചർ ഒരു മോട്ടിവേറ്ററും ആയിരിക്കണം. ടീച്ചർ എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണുകയും എംപത്തറ്റിക് ആയിട്ട് കാണുകയും ഇമോഷണൽ സ്റ്റെബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി ഒരു ടീച്ചറിന് ഉണ്ടാവണം. കാരണം ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പം പലപ്പോഴും റിയാക്ട് ചെയ്യല്ല, നമ്മൾ ആ ഒരു സിറ്റുവേഷനോട് റെസ്പോണ്ട് ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളൊരു മെച്യൂരിറ്റി ഉള്ളൊരു ടീച്ചർ പേഴ്സണാലിറ്റി ആയിരിക്കണം ക്ലാസ് റൂമിൽ. only then you will have a positive climate. നെക്സ്റ്റ്, ഇൻഡിവിജ്വൽ ലേണിംഗ് ആൻഡ് ഗ്രൂപ്പ് ലേണിംഗ്. നമ്മൾ എപ്പോഴും ഒരു ഗ്രൂപ്പ് ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ് ക്ലാസ്സിൽ കൊടുക്കുന്നെങ്കിൽ പോലും അതിൽ ഓരോ ഇൻഡിവിജ്വലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ടീച്ചറിന്റെ കടമയാണ്. അല്ലെങ്കിൽ വെറുതെ ഒരു ഗ്രൂപ്പിനകത്ത് ചിലപ്പോൾ 1 or 2 പേരായിട്ടും ആക്റ്റീവ് ആയിരിക്കുന്ന, ബാക്കി പാസീവ് ലേണേഴ്സ് ആയി പോകും. സോ ഈവൻ ദോ
there is group learning happening in the class for the sake of communication, collaboration, critical thinking and social skills, we should also make sure നമ്മുടെ learning or individual learning happens for സ്റ്റുഡൻസ് ആസ് വെൽ. അവർക്ക് സെൽഫ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പോസിബിൾ ആവണം. അവർക്ക് ഒരു ഇൻഡിപെൻഡൻസ്, എനിക്ക് എന്റേതായിട്ട് ചിന്തിക്കാൻ പറ്റണം. ഞാൻ ഈ ഗ്രൂപ്പിൽ ആവുമ്പോഴത്തേക്കും പലരെയും ടോളറേറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ഐഡിയ കൂടെ വേണം. പിന്നെ ഡീപ്പ് തിങ്കിങ് വേണം. ഇതെല്ലാം ആലോചിക്കും. ഇതെല്ലാം നമുക്ക് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ അതൊരു സക്സസ്ഫുൾ ക്ലാസ് റൂം ആയിരിക്കുള്ളൂ. സോ യു ഷുഡ് ഹാവ് ടു ബാലൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ലേണിംഗ് ആൻഡ് ഇൻഡിവിജ്വൽ ലേണിംഗ്. ദെൻ ദർ ഇസ് സംതിങ് കോൾഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. അതായത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്ന സ്റ്റഡി പോകുന്നത്. സോ ഒരാൾ എന്തൊക്കെ റോൾ എടുക്കും, എന്തൊക്കെ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യും, അയാൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ, കൊഹഷൻ ഉണ്ടോ, അയാൾക്ക് ബാക്കിയുള്ളവരായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടോ, ഇതിനെ പറ്റിയിട്ടൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. സോ സ്ട്രോങ് പോസിറ്റീവ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഉള്ള ഒരു ക്ലാസ്സിൽ കോപ്പറേഷൻ കാണും, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടീച്ചേഴ്സും തമ്മിൽ ട്രസ്റ്റ് കാണും, ആൻഡ് ദേ വിൽ ഓൾസോ ഹാവ് ഷെയർഡ് ഗോൾസ്. അവരെല്ലാവരും കൂടെ ഒത്തുചേർന്നായിരിക്കും ഒരു കാര്യം ചെയ്യും. ദെൻ പുവർ ഗ്രൂപ്പ് ഡൈനാമിക്സ് ഉള്ള ഒരു ക്ലാസ്സിലാണെങ്കിൽ അവിടെ ക്ലിക്സ് കാണും, അവരുടെ ഇങ്ങനെ ഗ്യാങ്ങിസം ഉള്ള അല്ലെങ്കിൽ ഗ്രൂപ്പിസം ഉള്ള ഒരു ക്ലാസ് ആയിരിക്കും. ദെൻ ദർ വിൽ ബി ബുള്ളിങ്, ഒരു ഗ്രൂപ്പ് അങ്ങോട്ടും മറ്റേ ഗ്രൂപ്പ് ഇങ്ങോട്ടും ഒക്കെ അടി ഉണ്ടാക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും. ദെൻ ദർ വിൽ ബി എക്സ്ക്ലൂഷൻ, ചില കുട്ടികളെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. ദെൻ ദർ വിൽ ബി ഹൈ കോമ്പറ്റീഷൻ. ഹെൽത്തി കോമ്പറ്റീഷൻ ഇസ് ഓൾസോ നീഡഡ് ഇൻ എ പോസിറ്റീവ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. ബട്ട് ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ ഉള്ള ഒരു ക്ലാസ് ആയിരിക്കും പുവർ ഗ്രൂപ്പ് ഡൈനാമിക്സ് ഉള്ളത്. അപ്പൊ ഗ്രൂപ്പ് മൈൻഡ് ക്യാൻ എൻഹാൻസ് ഓർ ഹിൻഡർ ലേണിംഗ്. നമുക്ക് ചില ക്ലാസ് ആസ് എ ക്ലാസ് ഒരു ഗ്രൂപ്പ് ആയിരിക്കും, ചില ക്ലാസ്സിൽ ഒരു 100 ഗ്രൂപ്പ് കാണും. അപ്പൊ അങ്ങനെ ആസ് എ ക്ലാസ് ഒരു ഒറ്റ ഗ്രൂപ്പ് എന്നുള്ള മൈൻഡ് ഉള്ള ക്ലാസ് ആണെങ്കിൽ ഇറ്റ് വിൽ എൻഹാൻസ് ലേണിംഗ്. ഇഫ് നോട്ട് ഇറ്റ് വിൽ ഹിൻഡർ ലേണിംഗ്. അത് ടീച്ചറിന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ഡൈനാമിക്സ് പഠിക്കുന്നത്. ആൻഡ് ദെൻ ദർ സോഷ്യോമെട്രി. സോഷ്യോമെട്രി എന്ന് പറയുന്ന ഒരു ടെക്നീക്കാണ്. സോഷ്യൽ റിലേഷൻഷിപ്സ് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിനകത്ത് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ JL മൊറീനോ. എല്ലാ പ്രാവശ്യവും അല്ലെങ്കിലും 1, 2, 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. സോ JL മൊറീനോ ആണ് ഡെവലപ്പ് ചെയ്തത്. സോഷ്യോഗ്രാം എന്നുള്ള ഒരു വിഷ്വൽ മാപ്പ് യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് ലീഡർ ആരാണ്, ഇതിനകത്ത് ആർക്കും ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ്, അവരെയാണ് ഐസൊലേറ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ ചില ഗ്യാങ്ങുകൾ കാണുമല്ലോ, അപ്പൊ അത് ഏതാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ടീച്ചറിന് സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് സോഷ്യോഗ്രാം എന്ന് പറയുന്നത്. BEd ചെയ്ത് എല്ലാവരും അത് ചെയ്ത് കാണും. സോ നൗ വി ഗോ ഓൺ ടു ലേണേഴ്സ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മെന്റൽ റിട്ടാർഡേഷന് ഇപ്പൊ നമ്മൾ മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയാറില്ല, പകരം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് പറയുന്നത്. സോ IQ ലെവൽ 70ക്ക് താഴെയുള്ള കുട്ടികൾക്ക് കുറച്ച് ഇന്റലക്ച്വലി ഡിസബിലിറ്റി ഉണ്ടാവും. അപ്പം അതെങ്ങനെയാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഇത് വെച്ച് ഓർത്തിരിക്കുക, കാരണം ഇതെപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. സോ മൈൽഡ് മെന്റൽ റിട്ടാർഡേഷൻ ഉള്ളത് 50 to 70 IQ റേഞ്ച് ഉള്ള കുട്ടികൾക്കാണ്. Moderate mental retardation 35 to 50, severe mental retardation 20 to 35, profound mental retardation is IQ below 20. So 20 below IQ ഉള്ള കുട്ടികൾ പ്രൊഫൗണ്ട് മെന്റൽ റിട്ടാർഡേഷൻ ഉള്ളവരാണ്. ചില കുട്ടികളുണ്ടാവും ഡൗൺ സിൻഡ്രോം ഒക്കെ ഉള്ളത്, ബട്ട് അവർക്ക് മൈൽഡ് മെന്റൽ റിട്ടാർഡേഷനെ കാണുള്ളൂ. ദേ ക്യാൻ പ്രോസസ് ആൻഡ് പ്രോഗ്രാം വെൽ. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യാൻ അവരുടെ IQ റേഞ്ച് ഹെൽപ്സ്. അതുപോലെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അവർ വളരെ സ്ലോ ലേണേഴ്സ് ആയിരിക്കും, അവർക്ക് റീസണിങ് ഡിഫിക്കൽട്ട് ആയിരിക്കും, ലിമിറ്റഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആയിരിക്കും, ലൈഫ് സ്കിൽസ് തന്നെ വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ലൈഫ് സ്കിൽ ട്രെയിനിങ്, സിംപ്ലിഫൈഡ് കണ്ടന്റ്, കൺസിസ്റ്റന്റ് റീഇൻഫോഴ്സ്മെന്റ്, കുട്ടി സ്റ്റെപ്സ് ആയിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അവരെ ക്ലാസ് റൂമിൽ മാനേജ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആർ സ്റ്റുഡൻസ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ്, LD. ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്, അഫക്റ്റിംഗ് റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് മാത്ത്. നമ്മുടെ ന്യൂറോൺസിലുള്ള ചില പ്രശ്നങ്ങളാണ്. നമുക്ക് വേറെ രീതിയിലുള്ള ബ്രെയിൻ ഡാമേജോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ബട്ട് യു വിൽ ഹാവ് സം ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്. എക്സാമ്പിൾ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ. ഈ 4 എപ്പോഴും ചോദിക്കുന്നത്. ഡിസ്ലെക്സിയ മറ്റൊന്നുമല്ല, ലേണിംഗ് ഡിസോർഡർ ദാറ്റ് കോസസ് ഡിഫിക്കൽട്ടി ഇൻ റീഡിംഗ് ആണ്. എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ഡിസ്ലെക്സിയും ഡിസ്ഗ്രാഫിയും തമ്മിൽ ആൾക്കാർക്ക് തെറ്റിപ്പോകും. അതായത് ഒരു കുട്ടി B എന്ന് എഴുതുന്നതിന് പകരം D എന്നാണ് എഴുതിയതെങ്കിൽ ദെൻ വാട്ട് ഇസ് ദാറ്റ് എന്ന് ചോദിക്കാം. അപ്പം ശരിക്കും അത് ഡിസ്ഗ്രാഫിയാണ്. വെൻ ഇറ്റ് കംസ് ടു റൈറ്റിംഗ് പ്രോബ്ലം, ദാറ്റ് ഇസ് ഡിസ്ഗ്രാഫിയ. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഗിവൺ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് പ്രോബ്ലം, ദെൻ ഇറ്റ് ഇസ് ഡിസ്ലെക്സിയ. ശരിക്കും ഡിസ്ലെക്സിയ ഇസ് മോർ ഓഫ് എ റീഡിംഗ് പ്രോബ്ലം. നിങ്ങൾ ആ താരേ സമീൻ പർ എന്നുള്ള
മൂവി കാണുകയാണെങ്കിൽ യു വിൽ നോ ദ ക്യാരക്ടർ സേസ് ദറ്റ് അയ്യോ ടീച്ചർ എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല ബിക്കോസ് ദ ലെറ്റേഴ്സ് ആർ ഡാൻസിങ്. അപ്പൊ ദെൻ ദാറ്റ് ഇസ് എ റീഡിംഗ് പ്രോബ്ലം. സോ റീഡിംഗ് പ്രോബ്ലം ഇസ് ഓൾവേസ് കണക്റ്റഡ് ടു ഡിസ്ലെക്സിയ. അവർക്ക് നോർമൽ ഇന്റലിജൻസ് ആയിരിക്കും, അവർ അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അവർക്ക് ഈ വേർഡ് ഇങ്ങനെ ജമ്പിൾ ചെയ്ത് പോകുന്നത് പോലെ തോന്നുന്നത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ ഇസ് ഡിസ്പ്രാക്സിയ. അതൊരു മോട്ടോർ സ്കിൽ ഡിസോർഡർ ആണ്. അതായത് കുട്ടികൾ വളരെ ക്ലംസി ആയിട്ട് കാണപ്പെടുക, അവർ എന്തെങ്കിലും എടുത്ത ഉടനെ അത് താഴെ വീണ് പൊട്ടുക, അല്ലെങ്കിൽ അവർക്കൊരു ബാലൻസ് ഇല്ലാതെ എപ്പോഴും വന്ന് വീഴുക, അവർക്ക് ഫൈൻ ആയിട്ടുള്ള മോട്ടോർ സ്കിൽസ് ഒന്നും കാണില്ല. അപ്പൊ അവരെയാണ് ഡിസ്പ്രാക്സിയ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഡിസ്കാൽക്കുലിയ. അവർക്ക് മാത്സ് മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതിന്റെ പ്രോബ്ലംസ് ചെയ്യാനും വലിയ പാടായിരിക്കും. സോ ദേ ആർ കോൾഡ് ഡിസ്കാൽക്കുലിയ. ആൻഡ് ഫൈനലി ഡിസ്ഗ്രാഫിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റൈറ്റിംഗ് പ്രോബ്ലം ആണ്. നെക്സ്റ്റ്, അങ്ങനെയുള്ള നോർമൽ ഇന്റലിജൻസ് ഉള്ള കുട്ടികൾ വിത്ത് LD ആണെങ്കിൽ അവർക്ക് അതിനുള്ള റെമഡിയൽ ടീച്ചിങ് മെത്തേഡ്സ്, മൾട്ടി സെൻസറി മെത്തേഡ്സ്, അസിസ്റ്റീവ് ടെക്നോളജീസ് ഉണ്ട് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക്. അപ്പൊ അവർക്ക് അതൊക്കെ കൊടുക്കാം. സ്റ്റുഡൻസ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് അവർക്കൊരു മൈൽഡ് അല്ലെങ്കിൽ ടെമ്പററി അക്കാഡമിക് സ്ട്രഗിൾ ആയിരിക്കും ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് ഒരു അക്കാഡമിക് പ്രശ്നമൊന്നും കാണില്ല, അതായത് IQ ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നമൊന്നും കാണില്ല. അവർക്ക് അവർ മീൻസ് ലാക്ക് ചെയ്യുന്ന ചില സ്കിൽസ് ആയിരിക്കും, ചിലപ്പോൾ റൈറ്റിംഗ് ആയിരിക്കും, ചിലപ്പം എന്തെങ്കിലും മോട്ടോർ സ്കിൽസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളെ അവർക്ക് കാണൂ. ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള, നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി അല്ല, ഇത് ഡിഫിക്കൽട്ടിയാണ്. അതായത് ചില കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇപ്പൊ മാത്സിലെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനോടൊരു താല്പര്യമില്ലായ്മ, അതിനെയാണ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. മറ്റേത് ഡിസബിലിറ്റിയാണ്. ഇത് കുട്ടി ഡിഫിക്കൽട്ടിയാണ്. ഈ ഡിഫിക്കൽട്ടി മാറ്റാൻ നമുക്ക് എക്സ്ട്രാ ട്യൂഷൻ കൊടുക്കാം, സ്കെഫോൾഡിങ് കൊടുക്കാം, പ്രാക്ടീസ് കൊടുക്കാം, മോട്ടിവേഷൻ കൊടുക്കാം. ഇതെല്ലാം കൊടുക്കുമ്പോൾ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മാറും. ലേണിംഗ് ഡിഫിക്കൽട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനമാണ് ലേണിംഗ് കർവ്സ്. നമുക്കൊരു 3 രീതിയിലാണ് കർവ്സ് ഉള്ളത്. കോൺകേവ് ഫംഗ്ഷൻ, അതായത് കുട്ടി പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഭയങ്കര ഈസി ആയിട്ട് പഠിച്ചു പോകും, പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതിനെയാണ് കോൺകേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ആദ്യം കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റീപ്പ് കർവ് ആണ്, വളരെ പതുക്കെയാണ് കുട്ടി പഠിച്ചത്. തുടങ്ങുന്ന സമയത്ത് കുട്ടിക്ക് ഒന്നും അറിയില്ല, പക്ഷെ പതുക്കെ പതുക്കെ പഠിച്ച് അവസാനം കുട്ടി ഒരു മാസ്റ്ററി ലെവലിൽ എത്തും. ഇവിടെ വളരെ മാസ്റ്ററി ലെവലിൽ നിന്നാണ് തുടങ്ങിയത്, പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും കുട്ടിക്ക് ഭയങ്കര ഹാർഡായിട്ട് പഠനം ബുദ്ധിമുട്ടാവുന്നു. സോ ദാറ്റ് ഇസ് കോൺകേവ് കർവ്. ആൻഡ് പഠനം ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഫൈനലി മാസ്റ്ററി അച്ചീവ് ചെയ്യുന്ന കോൺവെക്സ് കർവ്. ഇനി ഇത് കോൺകേവും കോൺവെക്സും കൂടെ ചേർന്നുള്ളതാണ് S ടൈപ്പ് കർവ്. ഇതാണ് എപ്പോഴും നമ്മൾ എല്ലാ കുട്ടികളിലും, ഒരു ആവറേജ് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് കർവ്. അതായത് ആദ്യം വളരെ പാടായിരിക്കും അവർക്ക് പഠിച്ചു വരാൻ, പക്ഷെ അവർ പതുക്കെ പഠിച്ച് ഒരു പോയിന്റ് എത്തുമ്പോൾ അവർ സ്പീഡപ്പ് ചെയ്യും, വളരെ ഈസി ആയിട്ട് അവർ ക്യാച്ച് ചെയ്യും. അങ്ങനെ ഫൈനലി അവർ അതിൽ മാസ്റ്ററിയിലെത്തും. ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ലേണിംഗിന്റെ ആവശ്യമില്ലായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു പ്ലേറ്റ് ഓഫ് ലേണിംഗ് വരും. പ്ലേറ്റ് ഓഫ് ലേണിംഗ് മീൻസ് ഒന്നെങ്കിൽ അവർ അൺമോട്ടിവേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ റിഹേഴ്സൽ മീൻസ് നമ്മൾ പിന്നെയും ചിലപ്പോൾ അത് റിവൈസ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് S ടൈപ്പ് കർവ് വരുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റുഡൻസ് വിത്ത് ഇമോഷണൽ പ്രോബ്ലംസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ലോ സെൽഫ് എസ്റ്റീം ഒക്കെ ഉള്ള കുട്ടികൾ കാണും. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഇമോഷണൽ സപ്പോർട്ട്, സേഫ് ക്ലാസ് റൂം, കൊളാബറേഷൻ വിത്ത് കൗൺസിലേഴ്സ്, സ്കൂളിൽ ഇപ്പോൾ കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ കുട്ടികളുമായിട്ട്, കൂടെയുള്ള ഫ്രണ്ട്സുമായിട്ട് കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ചില പ്രോഗ്രാംസ് അവരെ എൻറോൾ ചെയ്യുക. In students with behavioral problems, see behavioral problems are completely different. അവർ വളരെ അഗ്രസീവ് ആയിരിക്കും, അവർ ബാക്കിയുള്ളവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാത്ത ഡിസ്റപ്റ്റീവ് ബിഹേവിയർ ഉള്ള കുട്ടികൾ കാണും. അവർക്ക് ഫോർ എക്സാമ്പിൾ ഒപ്പോസിഷണൽ ഡെഫിഡൻറ്റ് ഡിസോർഡർ, കണ്ടക്ട് ഡിസോർഡർ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളുണ്ട്. അവർക്ക് നമുക്ക് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ പ്രോഗ്രാംസ് സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പോടുകൂടി കൗൺസിലിംഗ് സപ്പോർട്ടും ഒക്കെ കൊടുത്ത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. Then there are students with communication ഡിസോർഡേഴ്സ്, അതായത് അവരുടെ സ്പീച്ച് ശരിയായില്ല, ലാംഗ്വേജ് എക്സ്പ്രസീവ് അല്ല, അവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല, അങ്ങനെയൊക്കെ, അതായത് അവർക്ക് സ്പട്ടറിങ്, അതായത് വിക്ക്, അസ്ഫിക്സിയ, ലാംഗ്വേജ് ഡിലേ ഒക്കെ ഉണ്ടെങ്കിൽ then they have communication disorders. See, ഈ എക്സാമ്പിൾസ് എപ്പോഴും കേറ്ററ്റിന് ചോദിച്ച് കാണാറുള്ളതാണ്. സോ വിൽ ജസ്റ്റ് ലുക്ക് ഇൻ ടു വാട്ട് ദേ ആർ. സോ സ്പട്ടറിങ് എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ഡിസ്റപ്ഷൻ ഇൻ ഫ്ലോ ഓഫ് സ്പീച്ച്, മറ്റൊന്നുമല്ല വിക്കാണ് സ്പട്ടറിങ് എന്ന് പറയുന്നത്. ദെൻ അഫേസിയ എന്ന് പറയുന്നത് ഇസ് എ ലാംഗ്വേജ് ഡിസോർഡർ കോസ്ഡ് ബൈ ബ്രെയിൻ ഡാമേജ്. നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ബ്രെയിൻ ഡാമേജ് കാരണം ചില
അബിലിറ്റി ടു സ്പീക്ക്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് റീഡ് വളരെ കുറവായിരിക്കും. സോ അതിനെയാണ് അഫേസിയ എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് ലാംഗ്വേജ് ഡിലേ. അതായത് ചൈൽഡിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് മൈൽ സ്റ്റോൺ ഉദ്ദേശിക്കുന്ന സമയം കഴിഞ്ഞായിരിക്കും, പതുക്കെ ആയിരിക്കും അവർക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. അവർക്ക് വലിയ പ്രശ്നമൊന്നും കാണില്ല, ഇത്തിരി ലേറ്റ് ആയിട്ടായിരിക്കും അവർ ബാക്കിയുള്ളവരെ പോലെ ലാംഗ്വേജ് കൈകാര്യം ചെയ്ത് തുടങ്ങുന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ അവർക്ക് വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും കാണില്ല. ദെൻ ദർ ഇസ് സ്റ്റുഡൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ ഇസ് കോൾഡ് ആസ് എ ബ്ലൈൻഡ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ബിക്കോസ് ഇവിടെയാണ് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഓഫ് വിഷ്വലി ഇമ്പയർഡ് പീപ്പിൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ PWD റിസർവേഷൻ ആക്ട് വെച്ചിട്ട് ഇപ്പൊ നമുക്കൊരു റിസർവേഷൻ കാറ്റഗറിയിൽ ആദ്യം അവര് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുന്നത് ഒരു ബ്ലൈൻഡ് പേഴ്സണിനെ ആയിട്ട്. നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ബ്രെയില്, ഓഡിയോ ബുക്സ് ഒക്കെ കേട്ടോ. നെക്സ്റ്റ് വൺ, ഹിയറിംഗ് ഇമ്പയർമെന്റ്. ചെവി കേൾക്കാത്ത ആൾക്കാർക്ക് അവർക്ക് സൈൻ ലാംഗ്വേജ് സപ്പോർട്ട്, സ്പീച്ച് റീഡിംഗ്, ഹിയർ റീഡിംഗ്, FM സിസ്റ്റംസ്, വിഷ്വൽ ക്യൂസ്, അതുപോലെ അവർക്ക് ചെവിക്കകത്ത് വെക്കാൻ പറ്റുന്ന കോക്ലിയർ ഇംപ്ലാന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. ദെൻ ദർ ആർ അണ്ടർ അച്ചീവേഴ്സ്. അവർക്ക് IQ-ലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവരൊരു ആവറേജ് അല്ലെങ്കിൽ ഹൈ ഇന്റലിജൻസ് ഉള്ള കുട്ടികളായിരിക്കും. പക്ഷെ അവർ മനഃപൂർവ്വം വേണോന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ സ്റ്റഡീസിൽ ഉഴപ്പും. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ചിലപ്പോൾ അവർക്ക് ലോ മോട്ടിവേഷൻ ആയിരിക്കാം, പുവർ സ്റ്റഡി ഹാബിറ്റ്സ് ആയിരിക്കണം, ഇമോഷണൽ ഇഷ്യൂസ് കാണും, ഫാമിലി പ്രഷർ ഓവർ ആകുമ്പോഴത്തേക്കും കുട്ടികൾ അങ്ങനെ കാണിക്കാറുണ്ട്. സോ അവർക്ക് നമ്മൾ കുറച്ച് റീഇൻഫോഴ്സ്മെന്റ്, പേഴ്സണലൈസ് മെന്ററിങ്, ഗോൾ സെറ്റിംഗ്, സ്റ്റഡി സ്കിൽ ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെ ആവും. നെക്സ്റ്റ് വൺ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ വിച്ച് ഇസ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്. ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നമ്മൾ ഒരു നോട്ട് അബൌവ് 130, ഇറ്റ് ഇസ് 160. സോ 160ക്ക് മുകളിലാണ് IQ എങ്കിൽ ദെൻ വി ക്യാൻ സേ അവർ വളരെ ഹൈലി ഇന്റലിജന്റ് സ്റ്റുഡൻസ് ആണ്. അവർ ഭയങ്കര ഇന്റലക്ച്വൽ ക്രിയേറ്റിവിറ്റി, ആർട്ടിസ്റ്റിക് ടാലൻസ് ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്ന കുട്ടികളായിരിക്കും. ദേ ഗെറ്റ് ഈസിലി ഫ്രസ്ട്രേറ്റഡ് ഇഫ് ദേ ആർ നോട്ട് ഗിവൺ ഇനഫ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് സ്കീമിൽ വന്ന സ്കൂൾസ് ആണ് നവോദയ സ്കൂൾസ്. NEP 1986 അടിയിലാണ് നവോദയ സ്കൂൾസിനെ റെക്കമെൻഡ് ചെയ്തത്. സോ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ലേണേഴ്സ്, ഹൈ ക്യൂരിയോസിറ്റി, സ്ട്രോങ് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി, ഇമോഷണൽ സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ള വളരെ മെച്ചുവേർഡ് സ്റ്റുഡൻസ് അറ്റ് ദർ സ്മോൾ ഏജ് ആയിരിക്കും ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അവർക്ക് നമുക്ക് ആക്സിലറേഷൻ കൊടുക്കാം, എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ് കൊടുക്കാം, ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, മെന്റർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം, ഡബിൾ പ്രൊമോഷൻ കൊടുക്കാം, അതുപോലെ ഗ്രൂപ്പ്സ് ഫോം ചെയ്യാം, അവരെ പോലുള്ള മറ്റു കുട്ടികളെ കണ്ടുപിടിച്ച് അവരെ ഗ്രൂപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇത് ഞാൻ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു ടേബിളാണ്. അച്ചീവേഴ്സിനെ പറ്റി വരുമ്പോഴത്തേക്കും എക്സെപ്ഷണലി ഗിഫ്റ്റഡ് എന്ന് പറയുന്നത് 60 to 180 റേഞ്ച് ഓഫ് IQ-ൽ വരുന്നവരാണ്. ഹൈലി ഗിഫ്റ്റഡ് 45 to 160, മോഡറേറ്റ്ലി ഗിഫ്റ്റഡ് 130 to 145, and bright or high achievers 115 to 30, profoundly gifted is 180 plus. Now നമുക്ക് ക്ലാസ് റൂമിൽ വേണ്ട സ്പെഷ്യൽ നീഡ് സ്റ്റുഡൻസിനെ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ വേണ്ട ഒരു കാര്യം എന്താണ്? ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ എനി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഗിവ്സ് യു വെയർ ഓൾ സ്റ്റുഡൻസ് റിഗാർഡ്ലെസ് ഓഫ് എബിലിറ്റീസ് ആർ കൺസിഡർ, ദെൻ ഇറ്റ് ഇസ് എൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. നമുക്ക് ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ learning, where there is a flexible method to cater to all students. Our cooperative learning by groups, peer tutoring and buddy system, improved curriculum and assessment, creating a respectful and accepting environment ഒക്കെ സാധ്യമാകണം. And also strategy training, ടീച്ചേഴ്സിനെ എങ്ങനെ how to learn എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കണം. മെറ്റാ കോഗ്നിറ്റീവ് ആൻഡ് കോഗ്നിറ്റീവ് സ്ട്രാറ്റജി ആണ് how to learn എന്നുള്ളത്. അപ്പോൾ കുട്ടി എങ്ങനെയായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളൊരു കോച്ചിങ് ടീച്ചർ എന്ത് ചെയ്തിരിക്കണം, കുട്ടിക്ക് കൊടുത്തിരിക്കണം. സോ സെൽഫ് മോണിറ്ററിങ് ടെക്നീക്സ്, കുട്ടിയെ തന്നെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ ഉള്ള ടെക്നീക്സ് എന്താണ്, ഓർഗനൈസേഷണൽ സ്കിൽ ട്രെയിനിങ്, നമ്മൾ സ്കൂളിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ട്രെയിനിങ്, മെമ്മറി എയ്ഡ്സ്, നിമോണിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു, ടാസ്ക് അനാലിസിസ്, അവർ ചെയ്യുന്ന ടാസ്കിനെ എങ്ങനെ കുട്ടി സ്റ്റെപ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഫൈനലി പഠിക്കാം എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, നോക്കുക. അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒരു ക്വിക്ക് കണക്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബിഹേവിയറൽ പ്രോബ്ലംസിന് നമുക്ക് യൂസ് ചെയ്യാം ബിഹേവിയർ മാനേജ്മെന്റ്, ഇമോഷണൽ പ്രോബ്ലംസ് ആണെങ്കിൽ കൗൺസിലിംഗ് ആൻഡ് ഇമോഷണൽ ലിറ്ററസി കൊടുക്കാം, കുട്ടിക്ക് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ് ആണെങ്കിൽ റെമഡിയേഷൻ കൊടുക്കാം, മൾട്ടി സെൻസറി ലേണിംഗ് കൊടുക്കാം, ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവരെ ആക്സിലറേറ്റഡ് ആയിട്ട് പഠിപ്പിക്കുക, അവർക്ക് ഒരുപാട് എൻറിച്ച്മെന്റ് കൊടുക്കുക, അവരെ നവോദയ സ്കൂൾസിൽ വിടുക, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം.
വിഷ്വൽ ആൻഡ് ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അസിസ്റ്റീവ് ടെക്നോളജി ആൻഡ് അഡാപ്റ്റഡ് മെറ്റീരിയൽസ് വേണം. ആൻഡ് ഫൈനലി ഇൻക്ലൂസീവ് അപ്രോച്ച് ആണെങ്കിൽ മോഡിഫൈ, അക്കോമഡേറ്റ്, അക്സെപ്റ്റ് ആൻഡ് എംപവർ ഓൾ സ്റ്റുഡൻസ്. ഇൻക്ലൂസിവിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാവരും വരും. സോ ഇഫ് എ സ്റ്റേറ്റ്മെന്റ് അറ്റ് ഓൾ ആസ്ക്സ് യു ഇങ്ങനെ ഒരു ടീച്ചർ ഇസ് ഡൂയിങ് എ പർട്ടിക്കുലർ മെത്തഡ് ഇൻ എ ക്ലാസ് ആൻഡ് ഓൾ സ്റ്റുഡൻസ് are tried to be incorporated, what type of classroom is it? Inclusive classroom. So that's it from my side. So I hope this video did some kind of justice to your preparation. Yeah, it's a long video because it is a very important chapter.